السلام عليكم ورحمة الله. إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. هل جزاء الإحسان إلا الإحسان فبأي آلاء ربكما تكذبان. സ്നേഹധന്യരായ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, എരഞ്ഞിക്കൽ വന്നിട്ട് ഒരുപാട് കൊല്ലമായി എന്ന് തോന്നുന്നുണ്ട്. കോവിഡ് അനന്തരം വന്നിട്ടില്ല തോന്നുന്നുണ്ട്, കുറേ മുമ്പ് വന്നതാണ്. നമ്മളെ പുതിയ തലമുറ ഈ കൂട്ടത്തിൽ അധികമല്ല. പുതിയ തലമുറ ഇല്ല എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ ഏത് സമയം വരെ ഇരിക്കുമെന്ന് പറയണം. എന്നോട് ചില സുഹൃത്തുക്കൾ ഇങ്ങനെ സ്നേഹബുദ്ധിയെ സൂചിപ്പിച്ച് പുസ്തകത്തെ കളക്ഷൻ ഉണ്ടോ ചോദിച്ച്. ഉണ്ട്, നേരത്തെ പറഞ്ഞുള്ളതാണ്. എന്ത് ചോദിച്ചു. ആൾക്കാർ ചിലപ്പോൾ പോകുന്നതാണ്. അപ്പോൾ ആൾക്കാരും പോകരുത്, ഞാൻ നിർത്തും, അധികം സംസാരിക്കൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഏത് നേരം വരെ ഇരിക്കുമെന്ന് പറയണം. 3 മണിയാണോ 2 മണിയാണോ 1:45 അതിൻ്റെ ഇടക്കാരും നീക്കരുതെന്ന് ഞാൻ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഖൈറ് നഷ്ടപ്പെടുത്തണ്ട. ഇങ്ങനെ 1 റമദാനിൻ്റെ പകലിൽ അള്ളാഹിൻ്റെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണല്ലോ. അപ്പോൾ ഏതായാലും നിങ്ങൾ സഹകരിക്കാം. നമ്മൾ അധികം വൈകുണ്ടാവില്ല, നിങ്ങളെത്തുന്ന മറുപടി കിട്ടണില്ല. ഞാൻ ആരെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു പള്ളിയായി ബന്ധപ്പെട്ട കലക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റേ പറയാം. ഈ പ്രവാസികളുടെ ജീവിതത്തെപ്പറ്റി കേരളത്തിലെ ഒരറിയപ്പെടുന്ന എഴുത്തുകാരൻ എഴുതിയൊരു കഥ ഉണ്ട്, പ്രവാസികളെ പറ്റി. അപ്പോൾ അതിൽ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പൊന്നാനിക്കും ഇടയിൽ താമസിച്ചിരുന്നൊരു സുഹൃത്ത്, അയാൾക്ക് 2 പെങ്ങന്മാരാണല്ലോ. ഈ 2 പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ കുറേ കടവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വാടക വീട്ടിലാണ് ഇവനും ഇവൻ്റെ ബാപ്പിയും ഉമ്മയും താമസിക്കുന്നത്. 24 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇപ്പം വിവാഹാന്വേഷണം തുടങ്ങി, കല്യാണം. പക്ഷെ എങ്ങനെ അന്വേഷിച്ച് പോയാലും അവസാനം വെച്ച് കല്യാണം എന്ത് ചെയ്യും, മുടങ്ങും. കാരണം ഇവനെന്തില്ല, വീടില്ല, വാടക വീട്ടിലാണ് താമസം. അപ്പോൾ ഈ വാടക വീട്ടിലുള്ള ആൾക്കാരെ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് എന്തുണ്ടാവും, ഒരു അവസാനം ശേഷം വീടില്ലാതെ ഇപ്പം എങ്ങനെ എന്ന് പറയാലോ. അങ്ങനെ ഏകദേശം 3-4 കൊല്ലം ഇവൻ വിവാഹം അന്വേഷിച്ച് പെണ്ണൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഒരു അനാഥാലയത്തിലെ ഒരു കുട്ടിയെ ഇവൻ വിവാഹം കഴിച്ച് കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെ കുറച്ച് കാലം മുന്നോട്ട് പോയി ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭാര്യ 2ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച് വാടക വീട്ടിലേക്ക് മടങ്ങി വന്ന്. അപ്പോൾ അതിൻ്റേതായ പരിമിതി ഉണ്ടല്ലോ. ഇവള് ഒരിക്കൽ ഇവനോട് ചോദിച്ചത്രേ, ഞാനൊരു കാര്യം പറയാം, നിങ്ങളിനോട് ദേഷ്യപ്പെടുമെന്ന്. അപ്പോൾ പറഞ്ഞില്ല, നമുക്കൊരു വീട് വേണ്ടേ. അപ്പം പറഞ്ഞു, വീട് വേണം, സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ. ആ വീട് വേണം. എന്താ ഈ 400-500 കൂലി കിട്ടും, അതിൽ നമ്മളെ വീട് വാടക വേണം, ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും അസുഖം, കുട്ടികളെ ചിലവ്, നമ്മളെ ചിലവ് ഒക്കെ പാടായിട്ട് കടം വാങ്ങി ഞാൻ വീട് കയറ്റൂല. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവള് പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്തൊരു
ഐഡിയ ഉണ്ട്, ഞാൻ പറയട്ടെ ചോദിച്ചു. അപ്പോൾ ഓൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ ഓൾ പറഞ്ഞു വേണം നിങ്ങൾക്കൊന്ന് ഗൾഫ് പോയിക്കൂടെ. അത് ശരിയാ, ഗൾഫ് പോയാൽ ചിലപ്പോൾ കുറച്ചൊക്കെ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റിയേക്കാം, ഭാഗ്യം പോലെ ഉണ്ടാവും, കിസ്മത്ത് എങ്ങനെയാണോ അങ്ങനെ ഉണ്ടാവും. ഗൾഫിക്ക് പോകാം, പക്ഷെ ഗൾഫിക്ക് എങ്ങനെ പോകും? ഗൾഫ് പോകണേലും പൈസ ആണല്ലോ, കടം വാങ്ങി പോകില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞേക്ക് അവളെന്നെ പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് എൻ്റെ ആഭരണങ്ങൾ കുറച്ചുണ്ടല്ലോ, അത് വിറ്റ് അങ്ങക്ക് സുഖമായിട്ട് എന്ത് ചെയ്യുക, ഗൾഫിക്ക് പോകാം. അത് കേട്ടപ്പോൾ എന്ന് തോന്നി ശരിയാണല്ലോ. അങ്ങനെ അവരെന്ത് ചെയ്തെത്ര അറിയോ, ഇവളെ ആഭരണം വിറ്റ് വിസ സംഘടിപ്പിച്ച് ടിക്കറ്റ് എടുത്ത് റിയാദിലേക്ക് പോയിന്നാണ്. റിയാദിലെത്തിയോടുകൂടി ഇവൻ അസ്വസ്ഥനായി, ആകെ അസ്വസ്ഥനായി. എന്തു ചെയ്യും? കാരണം പെണ്ണുങ്ങൾ ആഭരണം വിറ്റിട്ട് വന്നിരിക്കണം. ഈ സാമ്പത്തിക ഇടപാട് വളരെ കണിശത പാലിക്കുന്ന ഒരു സുഹൃത്തേന്ന്. അവന് ഓവർ ടൈം പണിയെടുക്കാൻ തുടങ്ങിയായിരുന്നു, പൈസ കൂടുതൽ കിട്ടാൻ. അങ്ങനെ വേഗം ഇവള് ആഭരണമൊക്കെ വാങ്ങിക്കൊടുത്തു. എത്ര ആഭരണമാണോ വിറ്റത് അത് മുഴുവൻ ചെയ്ത് വാങ്ങിക്കൊടുത്ത്. പിന്നെ അങ്ങനെ കുറച്ചും കൂടിയൊക്കെ ഓവർ ടൈം പണിയെടുത്ത് കിട്ടുന്ന പൈസ അയച്ചു കൊടുത്ത് അത് സ്വരൂപിച്ച് വെച്ച് ഒരു 8 സെൻറ്റ് സ്ഥലം വാങ്ങിയായിരുന്നു വീട് വാങ്ങാൻ. അപ്പോൾ തന്നെ ഏകദേശം 2 കൊല്ലമായി. അപ്പോൾ 2 കൊല്ലമായപ്പോൾ അവന് ഒരു താല്പര്യം, ഉമ്മാനെയും ബാപ്പാനെയും കാണണം, മക്കളെയൊക്കെ കാണണം. അങ്ങനെ ഉമ്മാനെയും ബാപ്പാനെയും മക്കളൊക്കെ കാണാൻ വേണ്ടി ഇവനൊരു രാത്രി ഭാര്യയെ ഫോൺ വിളിച്ച് പറഞ്ഞതാണ്, ഞാൻ നാട്ടിലേക്ക് പോരുകയാണ്, എനിക്ക് ഉമ്മാനെയും ഉപ്പാനെയും കുട്ടികളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഇവള് തിരിച്ചു ചോദിച്ചു എന്നാണ്, നിങ്ങൾ എന്തിനാ പോയത്? വീടുണ്ടാക്കാം. എന്നിട്ടിപ്പോൾ വീടായോ? ഇല്ല. അന്നൊരു ഫൗണ്ടേഷൻ തറപ്പണി കഴിഞ്ഞിട്ട് പോന്നാൽ മതി. അത് ശരിയാണല്ലോ, വീടുണ്ടാക്കാൻ പോയതിൻ്റെ ഒരു തറപ്പണിയെങ്കിലും കഴിയണമല്ലോ. അപ്പോൾ അവൻ ചിന്തിച്ചിരുന്ന തറപ്പണി കഴിഞ്ഞിട്ട് പോരാൻ. അങ്ങനെ 6 മാസം കൂടി പിന്നെ അവിടെ നിന്ന് ഒരു തറപ്പണിക്കുള്ളതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത് ഒപ്പിച്ച് തറപ്പണി കഴിഞ്ഞ് ഫൗണ്ടേഷൻ പണി കഴിഞ്ഞന്ന് അവൻ വീണ്ടും ഭാര്യനെ വിളിച്ചു എന്നാണ്, പിന്നെ ഞാൻ നാട്ടിൽ പോരുകയാണ്, ഇനിയിപ്പോൾ പറയാമല്ലോ. അപ്പോൾ ഇവിടെ വന്ന അല്ല മനുഷ്യ, നാട്ടിൽ വന്ന് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് എന്തൊക്കെ സംഗതികളുണ്ട്, നിങ്ങൾ ഏതായാലും പോയതല്ലേ, അതിൻ്റെ ആ ഫൗണ്ടേഷൻ സ്കെൽറ്റൺ ഒന്നും കഴിഞ്ഞേക്ക് പോകാൻ നോക്കി. അപ്പോൾ അതല്ല ഹയറ്, പിന്നെ കുറച്ചുള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അവന് തോന്നി അതാണ് നല്ലത്. അങ്ങനെ 1.5 കൊല്ലം പിന്നെ അവിടെ കഴിച്ചു കൂട്ടിയെന്നാണ്. മൊത്തം 4 കൊല്ലത്തിന് മുകളിലായി. ആ വർക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ വരുന്ന വർത്തമാനം പറയാൻ ഭാര്യനെ വിളിച്ചു എന്നാണ്. അന്ന് ഭാര്യ പറഞ്ഞ എത്ര, നാട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകണമെങ്കിൽ എത്ര ലക്ഷം ഉറുപ്പിക ചിലവാണ്, ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ്, ഇവിടുത്തെ ചിലവ്, ആ ചിലവ്, ഈ ചിലവ്, അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക്, ഇനി നിങ്ങൾ വന്നിട്ട് തിരിച്ചു പോകണ്ട, അതുകൊണ്ട് പണിയാണ് പൂർത്തിയായിട്ട് പോന്നാൽ മതി. അപ്പോൾ ഓന് തോന്നി നല്ലത് അതാണ്, കാരണം ഇനി ഗൾഫൊക്കെ എന്ത് ചെയ്യണ്ട, പോരണ്ട. അങ്ങനെ അവസാനം ഏകദേശം ഒരു 6 കൊല്ലം നിന്ന് വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കി ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഈ സുഹൃത്ത് ഇങ്ങനെ രാത്രി 9:30 സമയത്ത് ഭാര്യനെ വിളിച്ചു, ഞാൻ നാളെ രാവിലെ 9:20 റിയാദിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റിൽ കരിപ്പൂർ ഇറങ്ങും, നീ കുട്ടികളെയും ഉമ്മാനെയും ബാപ്പാനെയും ഒക്കെ കൂട്ടി എയർപോർട്ടിൽ വരണം. അപ്പോൾ അവൾ ഒരു നെടുവീർപ്പെട്ട്, കാരണം എന്താ വെച്ചാൽ ടിക്കറ്റ് എടുത്തിക്കണ്, ഇനിയിപ്പോൾ ഒന്നും പറയാൻ പോകില്ലല്ലോ, ഇത്രയും കാലം അങ്ങനെ പലതും പറഞ്ഞു. അങ്ങനെ ആ സുഹൃത്ത് രാവിലെ എയർപോർട്ടിൽ എത്തുന്നതും ഫ്ലൈറ്റിൽ കയറുന്നതും ഈ വിവരങ്ങളൊക്കെ നാട്ടിലേക്ക് വിളിച്ചു വന്നിരിക്കണം. ഇവൾ ഒരു വാഹനം എടുത്തിട്ട് അതിൽ കുട്ടികളെയും കൂട്ടി ഉമ്മാനെയും ബാപ്പാനെയും കൂട്ടി കരിപ്പൂരിക്ക് വന്നു, എയർപോർട്ടിൽ വന്നു. 9:20 ഇറങ്ങേണ്ട ഫ്ലൈറ്റ് 9:10 എന്ത് ചെയ്തു, ഇറങ്ങി. ഒരു നേരത്തെ ഇറങ്ങി. ഫ്ലൈറ്റിൽ എമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കിയ ആൾക്കാർ ഇങ്ങനെ പോരാൻ തുടങ്ങി, വരിക്ക് കൂട്ടമായിട്ട് ഓരോരുത്തർ. പക്ഷെ ഈ മനുഷ്യൻ മാത്രം എന്ത് ചെയ്തില്ല, പുറത്തു വന്നില്ല. എല്ലാവരും പോയി അന്താളിപ്പായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളെ പേരിങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കുമ്പോൾ. അല്പം കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരനും ഒരു എയർപോർട്ടിലെ ഉദ്യോഗസ്ഥനും പുറത്ത് വന്നു, ഇയാളെ പേര് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവിടെ കൈ പൊക്കി, ബാപ്പിയും കൈ പൊക്കി, ഒന്ന് കൂടെ പോരുന്നതാണ്, അതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി എന്നാണ്. ഉള്ളിൽ കൊണ്ടുപോയി കരിപ്പൂർ ഇറങ്ങി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ഹോള് പോലെ ഒരു ഏരിയ ഉണ്ടല്ലോ, ലാൻഡ് ചെയ്ത് നമ്മൾ ഇറങ്ങി പോരുമ്പോൾ ആ ഏരിയയിൽ നടുവിൽ ഒരു ഹോളിലേക്കാണ് കൊണ്ടുപോകണം, അവിടെ ഒരാൾക്കൂട്ടുണ്ട് എന്ന് പറഞ്ഞു.
ഈ ആൾക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ഇവരിങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ആൾക്കൂട്ടം ഇങ്ങനെ വഴിമാറി കൊടുത്തു എന്ന്. അവസാനം അവിടെ എത്തിയത് ഒരു ടേബിളിൻ്റെ മുമ്പിലാണ്. ആ ടേബിളിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടുള്ളൊരു ശരീരം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇവരടുത്തേക്ക് എത്തിയപ്പോൾ എയർ ഹോസ്റ്റസ് ആ മുമ്പിലുള്ള മുഖഭാഗത്തുള്ള തുണി ഇങ്ങനെ മാറ്റി കൊടുത്തു എന്നാണ്. ഇയാൾ ഫ്ലൈറ്റിൽ വെച്ച് സൈലൻ്റായി അറ്റാക്ക് സംഭവിച്ച് മരിച്ചാണ്. അവിടുന്ന് കരയാനുള്ളല്ല കഴിയുക. അങ്ങനെ ഈ ബാപ്പയും ഭാര്യയും കുറേ നിലവിളിച്ച് കുറേ കരഞ്ഞ് എയർപോർട്ടിലെ നടപടികളൊക്കെ പൂർത്തിയാക്കി ആംബുലൻസ് വിളിച്ച് നാട്ടിലേക്ക് പോവുകയാണ്, പൊന്നാനിയിലേക്ക്. അങ്ങനെ പോണ പോക്കിൽ കൊണ്ടോട്ടി കഴിഞ്ഞ് നാടും നഗരവും നാട്ടുംപുറങ്ങളൊക്കെ കഴിഞ്ഞ് കുറ്റിപ്പുറം പാലത്തിലെത്തി. കുറ്റിപ്പുറം പാലത്തിൽ നിന്ന് അല്പം കൂടി മുന്നോട്ട് പോയാൽ റൈറ്റ് തിരിഞ്ഞാലാണല്ലോ പൊന്നാനി റോഡ്. ആ റോഡ് ഇങ്ങനെ ഒരു അല്പം പോയപ്പോൾ ഈ ആംബുലൻസിന് ഡ്രൈവറുടെ തോളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ പെണ്ണ് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു, ആംബുലൻസ് നിർത്താൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആംബുലൻസ് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവരൊന്നും പിന്നെ കിട്ടി എന്ത് വെച്ചു സൈഡാക്കുക. അങ്ങനെ വണ്ടി സൈഡാക്കി. കുറച്ച് നേരം നിശബ്ദമാണ്, ആംബുലൻസിനുള്ളിൽ നിശബ്ദമാണ്, ആരൊന്നും മുണ്ടണില്ല. ഡ്രൈവർ ചോദിച്ചു അത്രേ എന്ത് ചെയ്യും. അപ്പോൾ ഭാര്യ പറഞ്ഞു വന്നാണ് നമുക്ക് മയ്യത്ത് ജനാസ ആ പഴയ വീട്ടിലേക്ക് കൊണ്ടുപോകാം. പുതിയ ഒരു വീട്ടിലേക്ക് ഹൗസ് വാമിങ് നിശ്ചയിച്ച വീട്ടിലേക്ക് ഒരു മയ്യത്ത് ആദ്യമായി കയറ്റണത് ശരിയല്ലല്ലോ. ഇതാണ് കഥ. എന്തിനാ അയാളിപ്പോൾ 6 കൊല്ലം ഗൾഫിൽ നിന്നത്? എന്തിനാ അയാൾ അധ്വാനിച്ച്? അയാൾ ഉണ്ടാക്കിയ വീട്ടിലേക്ക് അയാളെ മയ്യത്ത് കൂടി കയറ്റാൻ ഹൗസ് വാമിങ്ങിന് മുമ്പ് ഒരു ജനാസ കയറ്റണ്ട എന്ന് പറയുന്ന ഭാര്യയുടെ വർത്തമാനം കേട്ടിട്ടാണോ അയാൾ അവിടെ നിന്നത്? നമ്മളെന്ത് പറയും? പൊട്ടൻ, വിഡ്ഢി എന്നൊക്കെ പറയല്ലോ അല്ലേ? അങ്ങനൊക്കെ പറയും. അയാളെ പറ്റി പറയല്ലേ? സത്യത്തിൽ അയാളേക്കാൾ വലിയ പൊട്ടന്മാരാണ് ആരറിയോ? നമ്മൾ. ഒരു 100 കൊല്ലത്തിൻ്റെ പഴക്കം, എന്തായാലും ഒരു 100 കൊല്ലത്തോളം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു 10-80 കൊല്ലത്തിൻ്റെ പഴക്കം നമ്മളെ ഈ മഹലിനുണ്ടല്ലോ, ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അല്ലേ? ഏകദേശം അത്ര അല്ലേ? അതുള്ള എത്ര ഉണ്ട്? 60 അതിനെ പോലെ ഉണ്ടാവും. എത്രയായാലും 10-100 കൊല്ലം ഞാനൊരു സപ്പോസ് പറയാണ്. ഇതിൻ്റെ 2ാം തലമുറയോ 3ാം തലമുറയോ 4ാം തലമുറയ്ക്ക് ഇപ്പം എൻ്റെ മുമ്പിലുള്ളത്. അടുത്തൊരു തലമുറ 10 കൊല്ലോ 20 കൊല്ലത്തൊക്കെ കണക്കൂട്ടിയിട്ടാണല്ലോ ഓരോ തലമുറ കണക്കൂട്ടുക. അങ്ങനെ കണക്കൂട്ടിയാൽ അടുത്ത തലമുറ ഒക്കെ വന്നിരിക്കണ ഈ സമയത്ത് നമ്മൾ വിഡ്ഢികളാണ്. നമ്മൾ രാവിലെ എണീക്കണം, കച്ചവടത്തിന് പോകണം, ഗൾഫിൽ പോകണം, അവനാൻ്റെ ഓട്ടവും പാച്ചിലും അങ്ങനെ നടക്കണം. നമ്മുടെ അടുത്ത നമ്മുടെ വീട്ടിലെ ഭാര്യമാരോ ഓരോ വീട്ടിലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലിയാണെങ്കിൽ അത് ചെയ്യണം. ഇതിങ്ങനെ റൊട്ടീനായിട്ട് ദിവസവും ദിനേന എന്നോണം നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ ജോലി, കച്ചവടം, ജീവിതമാർഗം, ചിന്ത, ഫോൺ കോൾ, അങ്ങോട്ട് പോക്ക്, ഇങ്ങോട്ട് വരും, ആ കണക്ക് ഈ കണക്ക്. ഇത് വീടാണെങ്കിലും കുടുംബമാണെങ്കിലും അങ്ങനെ. സത്യത്തിൽ നമ്മൾ വിഡ്ഢിയാണല്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അതാണോ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ആ പ്രവാസിയേക്കാൾ വലിയ വിഡ്ഢികളല്ലേ നമ്മൾ? രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കണം. എത്രയോ കഷ്ടം. 40 വയസ്സ് കഴിയുമ്പോഴത്തേന് മുട്ടുവേദനയും അവിടെ വേദന ഇവിടെ വേദനയും, മരുന്നിൻ്റെ കാര്യം വേറെ, 50-ാമത്തിന് വരെ. അടുത്ത തലമുറ എവിടെ എത്തുമെന്ന് പറയാൻ കഴിയില്ല, വേറെ കാര്യം. പക്ഷേ നമ്മൾ നമ്മുടെ ലക്ഷ്യം തേടിയുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ലക്ഷ്യം. ഇമ്മാ ഷാക്കിറൻ ഓ ഇമ്മാ കഫൂറ. സൃഷ്ടാവിന് നന്ദിയുള്ളവനാവുക അല്ലെങ്കിൽ നന്ദി കെട്ടവനാവുക. ഈ ലൈഫിൽ പോയാൽ പടച്ചവന് നന്ദി ചെയ്ത് ശുക്ർ ചെയ്തിട്ടാണ് ഞാൻ ഇന്നതൊക്കെ എത്ര കാലം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? ഖുർആനിലെ പ്രയോഗമുണ്ട്, ഇൻ തൻസുറുള്ള, നിങ്ങൾ അള്ളാനെ സഹായിച്ചാൽ യൻസുറുക്കും, അള്ളാഹ് നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലുകൾ അള്ളാഹ് ഉറപ്പിച്ച് നിർത്തും. SIR ലിസ്റ്റ് ഇന്നലെ വന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ നട്ടോട്ട് മറ്റേ താത്ത പോയിക്കണല്ലോ, ഈ കാക്ക പോയിക്കണല്ലോ, അതിപ്പോൾ എന്തേ നമ്മൾ കൊടുത്തിട്ടും ഉസ്താദെ വരായില്ല. ഇങ്ങനെ പല ആശങ്കകളും പലർക്കുണ്ട്. വന്ദേമാതരത്തിൻ്റെ വർഷം വേറെ നടക്കുന്നുണ്ട് ഉണ്ടല്ലോ. സമുദായം വിശ്വാസി എന്നുള്ളവർക്ക് യോജിക്കാൻ പറ്റാത്ത പല കേസുകളും ഉണ്ടല്ലോ. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോഴത്തെ ഒരു നിലപാട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത പലതൊരു യഥാർത്ഥ ഏകദൈവ വിശ്വാസിക്ക് ഒരിക്കലും യോജിക്കാൻ വയ്യാത്ത പല കാര്യമുണ്ടല്ലോ. ചില ആൾക്കാരൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും, അഡ്ജസ്റ്റ്മെൻറ്റിന് പോണ കാര്യമല്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അള്ളാനെ സഹായിച്ച അള്ളങ്ങളെ സുബൂത്തോടു കൂടി നിലനിർത്തുന്നു. അള്ളാഹ്ക്ക് നമ്മളെ പൈസ ആവശ്യമുണ്ടോ?
ആണോ? അള്ളാഹ്ക്ക് നമ്മളെ അധികാരത്തിൻ്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടോ? ആവശ്യമുണ്ടോ? ഇല്ല. അള്ളാഹ്ക്ക് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഹെൽപ്പ് എന്താ? നമ്മൾ മുഴുവൻ നന്ദി കെട്ടവരായി. ഖുദ്സിയായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ജനങ്ങളെ നിങ്ങൾ മുഴുവനും നന്ദി കെട്ടവരായി മാറിയാൽ ഒരു ഇബാദത്തും സുജൂദും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹ്ക്ക് ഒരു പ്രശ്നമല്ല. എല്ലാവരും നന്ദിയുള്ളവരായി മാറിയാലും അള്ളാഹ്ക്ക് ഒരു പ്രശ്നമല്ല. കാരണം അള്ളാഹ്ക്ക് നന്ദി ചെയ്യാൻ വേണ്ടി, ഇബാദത്ത് എടുക്കാൻ വേണ്ടി മലക്കുകളെ അള്ളാഹ്ക്ക് പ്രത്യേകം സൃഷ്ടിച്ചിരിക്കണം. നമ്മളെ നിസ്കാരം നോമ്പൊക്കെ നമുക്ക് വേണ്ടിയാണ്. നമ്മളെ അടുത്ത് നിസ്കാരം നോമ്പൊക്കെ നമുക്ക് വേണ്ടിയാണ്, നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. അള്ളാഹ്ക്ക് നമ്മൾ നിസ്കരിച്ചാലും നോമ്പേറ്റിട്ടില്ലെന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് അധികാരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അള്ളാഹ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല. നമ്മളെ പണവും അള്ളാഹ്ക്ക് ആവശ്യമില്ല. പിന്നെ അള്ളാഹിനെ നമ്മളെങ്ങനെ സഹായിക്കുക? അള്ളാഹിനെ നമ്മളെങ്ങനെ സഹായിക്കുക? ഖുർആൻ പറഞ്ഞിട്ട് അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങൾ എന്ത് ചെയ്യും? തിരിച്ച് സഹായിക്കും, നിങ്ങളെ കാലുറപ്പിച്ചെത്തും. അസഹായം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത്, തൗഹീദിൻ്റെ സന്ദേശം, ഇസ്ലാമിക സന്ദേശം അത് മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കുക. അള്ളാഹിൻ്റെ വഹ്ദാനിയത്ത് പരിചയപ്പെടുത്തുക, അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുക, ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്ന ആ ദൗത്യമാണെന്ത് നമുക്ക് അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറയുന്നത്. അതല്ലാതെ വേറൊന്നുമല്ല. ആ സഹായത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നന്ദിയുള്ളവരാ. എത്ര കൊല്ലമായി ഈ പള്ളി, എത്ര പതിറ്റാണ്ടുകളായി നമ്മളിവിടെ വന്ന് നിസ്കരിക്കണം, തരാവിസ്കരിക്കണം, സൗഖ്യ ദാനധർമ്മങ്ങൾ ഇവിടെ കൊടുക്കണം. നമ്മളുടെ പരിസരങ്ങളിൽ ശിർക്ക് ഖുറാബത്ത്, നമ്മളെ പുതിയ തലമുറ രണ്ട് ഉപദ്രവങ്ങളിലാണല്ലോ. ഒന്ന് ലിബറലിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാം പ്രശ്നമാണ്, ഇസ്ലാമികമായ നിയമങ്ങൾ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ ചിന്തകൾ, എല്ലാ മതത്തിൻ്റെ സംഗതികളും പൊട്ടിച്ചെറിഞ്ഞു പോകാനുള്ള പ്രേരണയാണ് സ്കൂളും ക്യാമ്പസും അനുബന്ധമായ ചുറ്റുപാടും അവർ ജീവിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ളത്. ഒന്ന്. രണ്ടാമത്തത് ഇസ്ലാമി ഭീകരവൽക്കരിക്കപ്പെട്ട് കണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണേ, ഇസ്ലാമി ഭീതി എനിപ്പിച്ചുകൊണ്ട് ഇസ്ലാമും മുസ്ലിം എന്ന് പറയാനുള്ള ഒരു മനസ്ഥിതി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതിനിടയിൽ വളർന്നിട്ട് ഈ തലമുറയെ സംരക്ഷിക്കുക നമ്മളെന്ത് ചെയ്ത്? ഒരു ചോദ്യമാണല്ലോ. ഉസ്താദെ മദ്രസക്ക് വിട്ടു, ഉസ്താദ് ഏറ്റവും നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം തേടി ഞാൻ ഫീസ് കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചാണ് അല്ലേ? ഇതൊക്കെ നമുക്ക് പറയണ്ടാവും. പക്ഷെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ അതൊന്നുമല്ല. ആ പ്രശ്നത്തിൻ്റെ പരിഹാരം അറിയണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തത് എങ്ങനെയെന്നുള്ളത് പഠിക്കാൻ നിൽക്കണം. മക്കയിൽ ദഅവത്ത് നടത്തി ഒരു സംരക്ഷണമില്ലാത്ത സമയത്തും ആദ്യം അദ്ദേഹം കൂട്ടായ്മ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ദരിദ്രരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും അവരുടെ ആളുകളാൽ അവഗണിക്കപ്പെടുന്നവരാണെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് അവരെ കൂട്ടിപ്പിടിച്ച് തൻ്റെ വൃത്തം വലുതാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്. കൊടുത്തവനെ കൂട്ടിപ്പിടിച്ച് പോയി. തിരിച്ച് മദീനയിലേക്ക് ഹിജറ ചെയ്തെത്തിയപ്പോഴോ മദീനയിൽ ആദ്യം ചെയ്ത എന്താ? കൂടിച്ചേർന്നിരിക്കാനുള്ള ഒരു കേന്ദ്രം ഉണ്ടാക്കി, പള്ളി അല്ലേ? കുബായിലെ പള്ളി ആദ്യം ഉണ്ടാക്കി. അവിടുന്ന് സഞ്ചരിച്ച് മസ്ജിദ് നബവിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവിടെയും പള്ളി ഉണ്ടാക്കി. പള്ളിയാണ് ആദ്യം ഉണ്ടാക്കിയത്. എന്തിനാ പള്ളി ഉണ്ടാക്കി കൊടുത്തത്? പള്ളിയിൽ ആൾക്കാർ നിസ്കരിച്ചാൽ വരും, കൂടിയിരിക്കും, വർത്തമാനങ്ങൾ പറയും, കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യും. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലദീന മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹു ആധിപത്യം കൊടുത്താൽ, നിലനിൽക്കാനുള്ള അവസരം കൊടുത്താൽ, അഖാമുസ്സലാത്ത വആത്തുസ് സക്കാത്ത്, നമസ്കാരം നിലനിർത്തും, സക്കാത്ത് നൽകും, വഅമറു ബിൽ മഅറൂഫി വനഹു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. അതാണ് വിശ്വാസികളുടെ സ്വഭാവം. അള്ളാഹുവിലേക്കാണ് കാര്യങ്ങളുടെ പര്യവസാനം എന്ന് ഖുർആന്റെ വാചകം അതാണ് ഉണർത്തുന്നത്. അതിനുവേണ്ടി അള്ളാഹു റസൂൽ പള്ളി ഉണ്ടാക്കി. നിങ്ങൾ നോക്കി, പള്ളിയിൽ വരുന്നവരാരൊക്കെ? പട്ടിണി പാവങ്ങൾ പള്ളിയിലില്ലേ? വിശപ്പ് സഹിക്കയ്യാതെ പള്ളിയിൽ ഇരിക്കണ അസ്ഹാബു സുഫല്ലേ? അഭയാർത്ഥികൾ അവിടെ വന്നിട്ടില്ലേ? പല പ്രശ്നങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തിയിട്ടില്ലേ? നമ്മളെ ചിലപ്പോൾ നിസ്കരിച്ച് പോലും എണീറ്റ് പോയില്ലേ? തറാവിസ്കാരത്തിന് പോലും ചിലപ്പോൾ നമ്മളെ കൂടെ വരുന്നുണ്ടാവും. നിങ്ങൾ ഖുർആൻ ക്ലാസ്സിന് ഇരുന്നു, എന്തെങ്കിലും മക്കളൊപ്പരിക്കുന്നത്? ഞായറാഴ്ച എന്താ പരീക്ഷ? ഒരു പരീക്ഷയില്ലല്ലോ. എവിടെയാ നമ്മളെ പേരമക്കൾ? എവിടെയാ നമ്മുടെ മക്കൾ? അവിടെയാണ് ലോകത്തിന് മുമ്പിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ. ഇപ്പോ റമദാനിന്റെ ചരിത്രം പറയുമ്പോൾ ബദർ നമുക്ക് പറയാൻ കഴിയുമല്ലോ അല്ലേ? ബദർ നിങ്ങൾ മഹാഭൂരിപക്ഷവും ഹജ്ജോ ഉംറ ചെയ്തോലല്ലേ? ഈ ഹജ്ജ് ഉംറയും ചെയ്തു കൊടുത്ത്
മക്ക മദീനയും കണ്ട ആൾക്കാർ ബദർ യുദ്ധം നടന്ന സ്ഥലത്ത് പോയിട്ടുണ്ടാവും അല്ലേ? ബദർ യുദ്ധം നടന്നിടത്ത് പോയിട്ടുണ്ടാവും. ഒന്ന് കൈവക്കി ആ സ്ഥലം കണ്ട ആൾക്കാർ ബദർ യുദ്ധത്തിൽ ഉണ്ട്. അവിടെ ഇങ്ങനെ ശുഹദാക്കളെ പേര് എഴുതി വെച്ചിരിക്കുന്നു, 14 ആൾക്കാരുടെ പേര്. ഒന്നാമത്തെ പേരായിരുന്നെന്നറിയാം? ഞങ്ങൾ സെൽഫി എടുക്കുന്ന തിരക്കിൽ പേര് നോക്കാൻ മറന്നു അല്ലേ? സെൽഫി എടുക്കാൻ ഒന്നാമത്തെ പേരാരാ? ഉമൈറുബിൻ അബി വക്കാസ്. ഉമൈറുബിൻ അബി വക്കാസ്. ആരാ ഉമൈറുബിൻ അബി വക്കാസ്? വയസ്സത്ര അറിയാം? 16. ആരാ ഉമൈറുബിൻ അബി വക്കാസ്? ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി. ഉമൈറുബിൻ അബി വക്കാസ് എന്ന 16 വയസ്സുകാരനാണ് ബദറിലെ ഷഹീദുകളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെയാൾ. എഴുതപ്പെടുന്ന പേര് 16 വയസ്സുകാരൻ യുദ്ധത്തിന് പോയതാ. റസൂലുള്ളാഹിന്റെ കൂടെ അങ്ങോട്ട് പോയി. ആദ്യം നബി പറഞ്ഞു പ്രായമായിട്ടില്ല പോകരുന്ന് പറഞ്ഞു. യുദ്ധത്തിന് പോയതല്ല, യാത്രാ സംഘത്തിൽ കൊണ്ടുപോകാൻ പറ്റൂല, പ്രായമായിട്ടില്ല. ആ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ജ്യേഷ്ഠനോട് ദ്വന്ദ്വ യുദ്ധം നടത്തി, മന്ദിപ്പിടുത്തം നടത്തി, ജ്യേഷ്ഠനെ പരാജയപ്പെടുത്തി എന്നെ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചുകൊണ്ട് കൂടെ പോയ ആള് ഒന്നാമത്തെ ഷഹീദ്. നമ്മളെ പ്ലസ് വണ്ണിലും നമ്മളെ 10ാം ക്ലാസ്സിലും പഠിക്കണ മക്കളെ പ്രായം. ഓല് നിസ്കാരം കഴിഞ്ഞ് പോണ ഭജനെ അറിയില്ല. നിസ്കരിക്കാൻ തന്നെ ചിലപ്പോൾ നമ്മൾ വരയിലുണ്ടായിരുന്ന നമ്മളെ കൂടെയാണ്. അല്ലാത്ത സമയത്ത് പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ ചെയ്യുന്നോ എന്നുള്ളത് വേറെ ചോദ്യം. പ്രത്യേകിച്ച് പള്ളി മദ്രസ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കെട്ടാണെങ്കിൽ അവിടെയാണ് പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയിക്കണം. നമ്മളുടെ ഫിത്ർ സക്കാത്തിന് അപ്പം പെരുന്നാൾക്ക് കിറ്റ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇഫ്താർ കിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ വർക്ക് ചെയ്തിരിക്കും. നമ്മളെ ഈ പ്രായക്കാർ എത്ര ആളുണ്ടായിരുന്നു? നമ്മൾ ഓടിയിട്ടുണ്ടാവും, നമ്മൾ കിറ്റ് നിറച്ചിട്ടുണ്ടാവും, നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന കുറെ മാതൃകണ്ട്. അതാണ് ഒരു പള്ളിയിലൂടെ ഒരു മദ്രസയിലൂടെ സംവിധാനങ്ങളിലൂടെ നടക്കേണ്ടത്. നമ്മളത് പിടിക്കാത്തടത്തോളം കാലം വേറെ പലരും ഓരോ പിടിക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല. ഇനി രണ്ടാമതൊരു സംഭവം, ഖന്തക്ക് യുദ്ധം ഉണ്ടല്ലോ. ഖന്തക്ക് യുദ്ധത്തിന് നമുക്ക് കുറേ പാടുണ്ട്. ഖന്തക്ക് യുദ്ധം നടക്കുന്നത്, അതിൻ്റെ നടപടികൾ പൂർത്തിയാകുന്നത് റമദാൻ മാസത്തിലാണ്. റമദാനാണല്ലോ. ഖന്തക്ക് യുദ്ധത്തിൽ അഹ്സാബ് യുദ്ധം എന്നൊരു പേരും കൂടി ഉണ്ട്. അഹ്സാബ് പറഞ്ഞാൽ കക്ഷികളുടെ യുദ്ധം, അഥവാ മദീനയിലുള്ള മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ മദീനക്ക് പുറത്തുള്ള എല്ലാ അറേബ്യൻ ഗോത്രങ്ങളും മദീനയുള്ള ജൂതന്മാരും ഒന്നിച്ചു ചേർന്ന യുദ്ധമാണേത്? അഹ്സാബ് യുദ്ധം, ഖന്തക്ക് യുദ്ധം എന്നറിയപ്പെടുന്നത്. ഹിജ്റ 5 നടന്നത്. എല്ലാവരും നമ്മൾ സമകാലിക സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ്. എല്ലാവരും പാടെ ഒരുമിച്ച് കൂടിയിരിക്കണം. ഇസ്ലാം വിരോധമുള്ളവരും ഇസ്ലാമിക ശത്രുക്കളും യുക്തിവാദികളും അതല്ലെങ്കിൽ വേറെ വല്ല മതത്തിൻ്റെ പേരിൽ വർഗീയ ചിന്തയുള്ളവരും രാഷ്ട്രീയമായി വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ഒക്കെ പോടെ കൂടിയിരിക്കണം. ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ അർഹതല്ലാത്ത വാങ്ങി മാന്തി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കണത്. എല്ലാവരും ഇസ്ലാമിനെതിരെ നിന്ന സമയമാണ് ഖന്തക്ക് യുദ്ധം. അന്ന് ഖന്തക്ക് യുദ്ധവേളയിൽ നബി പള്ളിയിൽ മീറ്റിംഗ് വിളിച്ച് എന്നിട്ട് ചോദിച്ചു, എങ്ങനെ നേരിടാൻ? ആയുധമുണ്ടോ? ഇല്ല. സമ്പത്തുണ്ടോ? അതില്ല. വേറെ എന്തെങ്കിലും കൊണ്ട് കഴിയോ? അതുമില്ല. വിശപ്പടക്കാൻ മാർഗമല്ല. അത്ര ദയനീയാവസ്ഥയിലാണ് ഖന്തക്ക് നടക്കുന്നത്. നിരാശരായിരിക്കുന്ന സഹാബത്തിന്റെ മുമ്പിൽ നിന്ന് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു എണീറ്റ് എന്നിട്ട് പറയണേ, നബിയേ എൻ്റെ അടുത്തൊരു മാർഗമുണ്ട്, ഞാനൊരു മാർഗം പറഞ്ഞുതരാം. ശത്രു ഉള്ളിലേക്ക് പ്രവേശിക്കാതിരുന്നാൽ മതി. മദീനയിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് രക്ഷപ്പെടാൻ ഈ സപ്തകക്ഷികൾക്ക് മുഴുവനെതിരായി നിന്നുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവരെ നേരിട്ട് ആയുധം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയൂല, എണ്ണത്തിനും അവരെ തോൽപ്പിക്കാൻ കഴിയൂല. വേറെന്തെങ്കിലും മാർഗം നമ്മളെടുത്തില്ല. അതുകൊണ്ട് ശത്രു ഉള്ളിലേക്ക് കയറാതെ മദീനക്കുള്ളിലേക്ക് പ്രവേശിക്കാതെ കിടങ്ങ് കുഴിച്ച് അവരെ നമ്മൾ സംരക്ഷിക്കണം. മദീനയെ സംരക്ഷിക്കണം, നാടിനെ സംരക്ഷിക്കുക ചെയ്തത്. അങ്ങനെ നബിയും സഹാബത്തും അവിടെ കിടങ്ങൊഴിക്കുന്നുണ്ട്. മുഹാജിറുകളായ സ്വഹാബത്ത്, അൻസാരികളായ സ്വഹാബത്ത് പാടുന്നുണ്ട്, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ സദ്ദഖനാ വലാ സല്ലൈനാ വൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖദാമ ഇൻ ലാഖൈനാ വൽമുശ്രികൂന ഖദ് ബഗൗ അലൈനാ വഇൻ അറാദു ഫിത്നതൻ അലൈനാ. സഹാബത്ത് പാടിക്കൊടുക്കാണ്, അല്ലാഹുവേ നീ ഞങ്ങളെ നേർവഴിയിലാക്കിയില്ലായിരുന്നുവെങ്കിൽ
നീ ഹിദായത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, അല്ലാഹുവേ നീ ഞങ്ങളെ സത്യത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യണമേ അല്ലാ. മുശ്രിക്കീങ്ങൾ ഞങ്ങൾക്കെതിരായി തിരിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അവരെ കണ്ടുമുട്ടുമ്പോ, ശത്രുക്കളെ ഞങ്ങൾ കണ്ടുമുട്ടുമ്പോ അവരെ മുഖാമുഖം കണ്ടുമുട്ടുമ്പോ കാലുകൾ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. സഹാബത്ത് പാടിക്കൊടുത്ത അതേ വരികളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പ് സഹിക്കാതെ വയറ്റത്ത് കല്ലുകെട്ടി വെച്ച് കൊണ്ടിരിക്കുന്ന സഹാബത്തിന്റെ അരികിലൂടെ, മുഹാജിറുകളുടെ അൻസാരികളുടെ അരികിലൂടെ നടന്നുപോയി അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ആ പാട്ട് പാടിയെന്ന് മാത്രമല്ല, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ, അല്ലാഹുവേ ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരലോകത്തെ ജീവിതം മാത്രമാണ്. വൻസുറിൽ അൻസാറ വൽ മുഹാജിറ, മുഹാജിറുകളെയും അൻസാരികളെയും നീ സഹായിക്കണേ അല്ലാഹ് എന്ന് പാടി നടന്ന യുദ്ധമാണേത്? ഖന്തക്ക്. വിശപ്പ് സഹിക്കയ്യാതെ കേട്ടോ. അന്ന് ഒരു കിടങ്ങിങ്ങനെ കുടിച്ചപ്പേ നബി ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുക, ഒരു സഹാബി ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് നബിനോട് പറയാണ്, നബിയെ സംഗതിയൊക്കെ ഓക്കെയാണ്, കിടങ്ങ് നമ്മൾ കുഴിച്ച്, പക്ഷെ അവിടെ ഒരു പാറക്കല്ലുണ്ട്. ആ പാറക്കല്ല് എന്ത് ചെയ്യാൻ പറ്റൂല? മുറിച്ചു മാറ്റാൻ പറ്റൂല. ഞങ്ങൾ കുറെ ശ്രമിച്ചു നോക്കി, പാറക്കല്ല് പൊട്ടിയില്ലെങ്കിൽ ശത്രു ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. ഇത് ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ മദീനക്ക് പുറത്ത് കിടങ്ങ് കുഴിക്കുകയാണ്. ആ കിടങ്ങിന്റെ അടിയിൽ വലിയൊരു പാറക്കല്ല് തടസ്സമായി വന്നിക്കാണ്. പ്രതിസന്ധിയുടെ മേൽ പ്രതിസന്ധി. ആ കിടങ്ങിലെ കല്ലിനെ മുറിച്ചൊഴിവാക്കാൻ മാർഗം ചോദിച്ചു വന്നപ്പോൾ നബി അങ്ങോട്ട് ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കല്ല് കെട്ടി വെച്ചിരുന്നു വയറ്റത്ത്, വിശപ്പെന്ന് രക്ഷപ്പെടാൻ. വിശപ്പുണ്ട്. നമുക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലെ രാത്രിയത്തെ ഭക്ഷണം എന്നും മിക്കവാറും ഫ്രിഡ്ജിലുണ്ടാവും, എല്ലാവരും ഉണ്ടാവും കുറച്ചെങ്കിലും. എല്ലാ ഭക്ഷണവും കാലിയാക്കി തീർത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ആ ഖന്തക്ക് ഇതുപോലെ വേറൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എനിക്ക് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വന്ന്, നബി എൻ്റെ വീട്ടിൽ കുറച്ച് ബാർലി ഉണ്ട്, നിങ്ങളും 1-2 സഹാബിമാർ പോന്നോളൂ, നിങ്ങളെ വയറ്റത്ത് 2 കല്ലല്ലേ എന്ന് പറയുമ്പോൾ നബി എല്ലാവരെയും പാടെ വിളിച്ചിട്ടുണ്ട് പോയി. 1200 സഹാബിമാരെ, ഇമാം ബുഖാരി പൊടിയതാദിത്ത 1200 സഹാബിമാരെ കൂട്ടിയിട്ടാണ് ചെന്ന്. അപ്പോൾ ജാബിർ ബിൻ അബ്ദുല്ലാഹിൻ്റെ ഭാര്യ പറയുന്നത്, നിങ്ങൾ നബിനി 1-2 ആൾക്കാരെ കൂട്ടി വന്നോളിന്നാണ്. ഈ സ്ത്രീ ഇങ്ങനെ നോക്കുമ്പോണ്ട് സൈന്യം പോലെ ജനങ്ങൾ 1200 ആൾക്കാർ, 2 ആൾക്കാരെ പ്രതീക്ഷിക്കണോടത്തേക്ക്. നമ്മളെ പെരീക്ക് ഒന്നുമില്ലാത്ത സമയത്ത് നമ്മൾ ആരെങ്കിലും 4 ആളെ കൂട്ടി ചെന്ന പെണ്ണുങ്ങളെന്താ പറയുക, പോയിക്കൂടി മനുഷ്യമാണ്, എന്തിനും നാണോ മോനാണ് കുട്ടികളെ ഇവിടെ കുട്ടിയെ നിൽക്കണമെന്നൊക്കെ പറയും. ഇതേപോലെ സ്വാഭാവികമായി ആ സ്വഹാബ വനിത പറഞ്ഞു. അന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുക, ഞാൻ നബിനോട് 2 ആൾ എന്നാണ് പറഞ്ഞത്, ഓലത എല്ലാവരെയും കുട്ടിയെ നിൽക്കണം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, ജാബിറിന് അടുപ്പത്തുനിന്ന് എന്ത് ചെയ്യണ്ട, പാത്രം ഇറക്കി വെക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അടുപ്പത്തുനിന്ന് പാത്രം ഇറക്കി വെക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ അങ്ങോട്ട് ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാർലി തിളപ്പിക്കുന്നിടത്ത് മാവിൽ കൈ വെച്ചു എന്നാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളർത്തുമൃഗത്തെ അർത്തിയിരുന്നു, അതിലും ഇങ്ങനെ കൈ വെച്ചു എന്നാണ്. അങ്ങനെ 1200 സഹാബിമാർ കഴിച്ചിട്ടും ഭക്ഷണം ചെയ്ത് ബാക്കി മുഅ്ജിസത്തുർ റസൂലുള്ള സംഭവമാണ്. അലാമത്തുൻ നുബുവ എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ്. അത്ര ഒരു അത്ഭുത ഖന്തക്ക് യുദ്ധവേളയിൽ നടക്കുന്നുണ്ടോ. അന്ന് ഈ കല്ല് പൊട്ടിക്കാൻ വേണ്ടി പോകുമ്പോൾ റസൂലുള്ളാഹി മിഅ്വല് ചോദിച്ചു. മിഅ്വല് പറഞ്ഞാൽ പാറ പൊട്ടിക്കണ സാധനം. നമ്മൾ പുതിയ കാലത്തെ SIRൻ്റെ കാലത്തൊക്കെ നമുക്ക് ആത്മവീര്യം കൂടുന്ന സാധനമാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ഇരുന്ന് ഉറങ്ങിയാൽ നടക്കില്ല. ഉസ്താദ് എന്തോ പറഞ്ഞു പോയി, അല്ല എസിൻ്റെ തണുപ്പുണ്ടായിരുന്നു, ഫാനിൻ്റെ കാറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇരുന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഫലം ചെയ്യണമെങ്കിൽ ഉറങ്ങാതെ കേട്ടോളി. 1-2 ആൾക്കാരെ പിശാചെത്തിക്കണം. മിഅ്വല് വാങ്ങി. മിഅ്വല് പറഞ്ഞാൽ ഈ പാറ പൊട്ടിക്കണേ എന്ന്, കോടാലി എന്നൊക്കെ പറയാൻ പറ്റിയ, മേടാമുട്ടി എന്നൊക്കെ പറയാൻ പറ്റി, അത് വാങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ല ചൊല്ലിന, ബിസ്മില്ല ചൊല്ലി റസൂലുള്ളാഹി അതിങ്ങനെയാണ് ഉയർത്തിപ്പിടിച്ചു. ആ പാറയുടെ മുമ്പിൽ പോയി 1-ാമത്തെ വെട്ടുവെട്ടി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. 1-ാമത്തെ വെട്ടില് പാറയുടെ ഒരു ഭാഗം പിളർന്നു. ഒരു സ്പാർക്ക് ഇങ്ങനെ പോയി എന്ന് സഹാബത്ത് പറഞ്ഞു, ഒരു മിന്നൽ ഇങ്ങനെ പോയി. 2-ാമത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, 2-ാമതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടി. അപ്പോഴൊരു സ്പാർക്ക് പോയി, മിന്നൽ പോയി. 3-ാമത്തതിൽ ആ പാറ പൊട്ടി തകർന്ന് കഷ്ണങ്ങളായി മാറിയ സ്വഹാബത്ത് അത്ഭുതപ്പെട്ട് ചോദിച്ചത്, നബി ഇതെത്തപ്പ ഈ സംഭവിച്ചു? എല്ലാവരും പാടെ ഞങ്ങൾ നോക്കിയിട്ട് പൊട്ടാതെ പാറ നിങ്ങളെങ്ങനെ പൊട്ടിച്ചേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്താനുണ്ട്,
ഞാൻ ബിസ്മില്ല പറഞ്ഞ് എന്റെ മിഅ്വൽ ആദ്യമായി ഉയർത്തുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് ജിബ്രീൽ എന്നോട് പറഞ്ഞു, മുഹമ്മദേ ദാ ഈ നോക്ക്, ഒരു ഫോട്ടോ കാണിച്ചെന്ന്. ഷ്യാമിലെ ചുവന്ന കൊട്ടാരങ്ങൾ, കിസ്ര ചക്രവർത്തിയുടെ കൊട്ടാരങ്ങൾ. ആ കൊട്ടാരങ്ങൾ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ആ ഇസ്ലാം ഇവിടേക്കെത്തും, ഇസ്ലാം ഇവിടേക്കെത്തും. രണ്ടാമത് ഞാൻ മിഅ്വൽ ഉയർത്തുമ്പോ എന്നോട് പറഞ്ഞു, മുഹമ്മദ് ദാ പേർഷ്യയിലെ കരിങ്കൽ കൊട്ടാരങ്ങൾ കാണിച്ചു നിന്ന് കൈസർ ചക്രവർത്തിയുടെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പ്രദേശം കാണിച്ചു പറഞ്ഞു, ഇസ്ലാം ഇവിടെയും എത്തും. പേർഷ്യയും കിസ്രയും കഴിഞ്ഞാൽ, കിസ്രയും കൈസറും കഴിഞ്ഞാൽ, റോമയും പേർഷ്യയും കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭരണമുള്ളത്, അന്ന് രാജ്യത്ത് ഭരണമുള്ള, ലോകത്ത് ഭരണമുള്ളത് സൻആയിലെ യമയിലെ ഭരണാധികാരികൾക്കാണ്. സൻആയിലെ വെള്ളക്കൊട്ടാരങ്ങൾ കാണിച്ചു തന്ന മൂന്നാമത്തെ വട്ടിൽ ഇവിടെയും ഇസ്ലാമെത്തും എന്ന് റസൂലുള്ളാഹിനോട് പ്രതീക്ഷ കൊടുത്തു. ആ പ്രതീക്ഷയോടുകൂടിയാണ് പ്രതിബന്ധങ്ങൾക്ക് മേൽ പ്രതിബന്ധങ്ങൾ കടന്നു വന്ന ആ കരിങ്കല്ലിനെ ഞാൻ വെട്ടിയത്. ആ പ്രതീക്ഷ കൊണ്ടാണ് അത് പൊട്ടിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. സഹാബത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. സഹാബത്തിനു റസൂലുള്ളാഹി വേഗം പ്രാർത്ഥിക്കണമുണ്ട്. അത് നിങ്ങൾക്കറിയോ? നബിൻ്റെ കൂടെയുള്ള, നിങ്ങൾ സെർച്ച് ചെയ്യണേ, സഹൽ ബിൻ സഅദ് എന്ന് പറഞ്ഞൊരു സഹാബി ഉണ്ട്. സഹൽ ബിൻ സഅദ്. മോൻ എത്ര വയസ്സായി? എത്ര വയസ്സായി? 10. ഓനേക്കാളൊരു 2 വയസ്സ് കൂടുതലുള്ള, 5-ലോ 6-ലോ ഒക്കെ പഠിക്കണ കുട്ടി, 12 വയസ്സാണ്. ഈ സംഭവത്തിന് സാക്ഷിയായി നിൽക്കുകയാണ്. സാക്ഷിയായി നിന്ന ഈ കുട്ടി, സഹാബ കുട്ടി, ഒരു വടിയെടുത്തിട്ട് ഈ പാറച്ചുവടുകൾ അവിടുന്ന് മാറ്റാൻ പോവാൻ. ചെറിയ കുഞ്ഞ്. അന്ന് സഹാബത്താരോ ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അതിനെ പ്രേരിപ്പിക്കണേ? അപ്പൊ ഇസ്ലാമിന്റെ സന്ദേശം അവിടേക്ക് എത്തണേ, ഇസ്ലാം മുസ്ലിങ്ങളും ബാക്കിയാണല്ലോ, ആവണല്ലോ, അതിന് ഇന്നെ കൊണ്ടാവണ്ടേ, ഞാൻ ചെയ്യണ്ടേന്ന് സ്വയം തീരുമാനം എടുത്ത കുട്ടിയാ സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. നമ്മളെ കുട്ടികളോ ലിബറലിസത്തിന്റെ ലോകത്ത്, സംഘപരിവാറിന്റെ കടന്നുകയറ്റത്തിന്റെ ലോകത്ത് എവിടെയോ ഒരു പിഴവുണ്ട്. ആ പിഴവ് തിരുത്തിയേ പറ്റുള്ളൂ. അത് തിരുത്തണമെങ്കിൽ ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നവരാണ്. ചേർത്ത് പിടിക്കേണ്ടത് ഒരാളല്ല, അത് കൂട്ടായ്മയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി നൽകിയ ഒരു പ്രതീക്ഷ ഉണ്ട്, ലാ തഖൂമു സഅ. ആരൊക്കെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കുവാൻ ശ്രമിച്ചാലും, തൗഹീദിനെയും ദീനിനെയും പള്ളിയും മദ്രസും നശിപ്പിക്കാൻ, ഇസ്ലാമിക സംവിധാനങ്ങളെ ലോകത്ത് നിന്ന് മുച്ചൂടും നശിപ്പിക്കണമെന്ന് തീരുമാനമെടുത്ത് ആരൊക്കെ പരിശ്രമിച്ചാലും ലാ തഖൂമു സഅ, ഖിയാമത്ത് സംഭവിക്കില്ല. ഹത്താ യുദ്ഖിലഹുല്ലാഹ് ഹാദ ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ പ്രവേശിപ്പിക്കുന്നത് വരെ ഏതെങ്കിലും ചെറ്റക്കുടിലുണ്ടോ അവിടെ, ഏതെങ്കിലും കരിങ്കൽ കൊട്ടാരങ്ങളുണ്ടോ അവിടെ, ഏതെങ്കിലും മലയിടുക്കുകളുണ്ടോ അവിടെ, ഏതെങ്കിലും താഴ്വരകളുണ്ടോ അവിടെ, ഏതെങ്കിലും കൊടും കാടുകളുണ്ടോ അവിടെ, എല്ലായിടത്തും ഇസ്ലാമിനെ എത്തിച്ചിട്ടല്ലാതെ ലോകം അവസാനിക്കൂല എന്ന് ആര് പറഞ്ഞിരിക്കണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. നമ്മളെ വിശ്വസിക്കണവരല്ലേ? ആരൊക്കെ എങ്ങനെയൊക്കെ എവിടുന്ന് പേര് വെട്ടിയാലും, റേഷൻ കാർഡ് പോയാലും, ജോലി പോയാലും ഈ ദീനിനെ ആരെത്തിക്കും? അള്ളെത്തിക്കും. ഈ പ്രതീക്ഷയാണ് ലിബറലിസത്തിൽ മനം മടുത്തോലും, സംഘപരിവാറിൻ്റെ തോന്നിയാസത്തിൽ മനം മടുത്തോലും. ഇനി അതല്ലാതെ ദീനിൽ അതിര് കഴിഞ്ഞു കണ്ട് കുറച്ച് ആൾക്കാരൊക്കെ കുറേ കാട്ടിക്കൂട്ടലുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല. ഒരു മനുഷ്യൻ ഓൽക്ക് ദീനുണ്ട് എന്നാണ് നമ്മൾ തോന്നുന്നത്. നിസ്കരിക്കാൻ ഓല് വരുന്നുണ്ടാവും, വലിയ ജുബ്ബയും കുപ്പായൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഓൽക്ക് പ്രത്യേകിച്ച് ആരോടൊരു ബന്ധമുണ്ടാവും. ഇത്രയും കാലം നമ്മളെ മുഖത്ത് നോക്കി ചിരിച്ച ആൾ കാണാം, ഓന് ചിരിച്ചാൽ വല്ല കാശ് കൊടുക്കേണ്ടിയിരുന്നു. അങ്ങനെയുണ്ട്. ചില ആൾക്കാരെ മാത്രം കണ്ടാൽ ചിരിക്കണേ, എന്തോ ഒരു ദീനൊരു കാട്ടിക്കൂട്ടലായി. അങ്ങനെ ഒരു ഇസ്ലാമില്ല കേട്ടോ. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാജ്യത്തിൻ്റെ ഭരണഘടനാ പ്രകാരം മുസ്ലിമീങ്ങൾക്ക് വിശ്വാസപരമായ ആചാരപരമായ പ്രശ്നമല്ല. നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന പല കാര്യങ്ങളും നടക്കേണ്ട വേറെ കാര്യം. കാരണം ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളോട് രാജ്യനിർമ്മിതിയിൽ കൂടെ നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചവരാണ് മൗലാന അബുൽ കലാം ആസാദ്, അല്ലേ? മൗലാന അബുൽ കലാം ആസാദിനേക്കാൾ വലിയ സലഫിയത്തുള്ളവർ ആരാളുള്ളത്? KM മൗലവിയേക്കാൾ വലിയ സലഫിയത്തുള്ളവർ ആരാളുള്ളത്? ആരാ മൗലാന അബുൽ കലാം ആസാദ്? മക്കയിൽ ജനിച്ചു വളർന്ന് അതിമാത്രം അവിടെ ജീവിക്കാനും ഇസ്ലാമിക സംരക്ഷണത്തിൽ പൂർണ്ണമായി നിലകൊള്ളാനും സാമ്പത്തികമായും എല്ലാ നിലക്കും ഇൽമും വൈജ്ഞാനികമായ എല്ലാ കഴിവുള്ള മനുഷ്യനല്ലേന്നു. അവിടുന്ന് ഇന്ത്യയിൽ വന്ന്
ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായി അതിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തും 3 പതിറ്റാണ്ടോളം നിലനിന്ന് ഒരുപാട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോസ്റ്റിലേക്ക് വരെ അവനവൻ ആഗ്രഹിച്ചിരിക്കണേ വരാൻ കഴിയുമായിരുന്ന സമയത്ത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ കൂടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ച് സലഫിയത്തിന്റെ വഴിവിട്ട് ഖുർആനിന്റെ പരിഭാഷ എഴുതി ഈ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ മുന്നിൽ നിന്നവരായിരുന്നു അദ്ദേഹത്തെ പോലുള്ളവർ. കെ എം മൗലവി എന്ന് പറഞ്ഞ മനുഷ്യന്റെ എത്ര സലഫിയത്ത് ആർക്കുള്ളത്? എത്രങ്ങാനും വലിയ താടിയാ കെ എം മൗലവിക്ക്. കെ എം മൗലവിന്റെ താടി ഇന്ന് എനിക്കറിയില്ല കേരളത്തിൽ ആരെങ്കിലും സലഫിയത്ത് ആവശ്യപ്പെടുന്നവർക്കുണ്ടോന്ന്. അത്രയും വലിയ താടിയാണ് ആ കെ എം മൗലവി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തില് മുസ്ലിം സമൂഹത്തിന്റെ ന്യൂനപക്ഷത്തിന് സംരക്ഷണത്തിനോ കായികമില്ലത്ത് രൂപീകരിച്ച സംഘടനയുടെ 1ാമത്തെ യൂണിറ്റിന്റെ ഭാരവാഹിയല്ലേ? ഇലക്ഷനിൽ നിന്നോലും മത്സരിച്ചവർക്കും വേണ്ടി മത്സരിച്ചോലല്ലേ, പരാജയപ്പെട്ടോലല്ലേ, ജയിച്ചോലല്ലേ? എന്നിട്ട് ഇതൊന്നുമില്ലാതെ ദീന് ഈ മാത്രം, അത് ഇസ്ലാമിക ജീവിതം പ്രയാസം എന്ന് പറഞ്ഞു ഓൺലൈനിലും കുറച്ച് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലുള്ള എന്തൊക്കെയോ ഗ്രൂപ്പുകളിൽ ടെലഗ്രാമുള്ള എന്തൊക്കെയോ കുറേ ഹാവഭാവങ്ങൾ കാണിച്ചു കൊടുത്ത് സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും ആളുകളെ അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറയും നമ്മളെ ഇടയിലുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഇന്ത്യ ഇങ്ങളീ മക്കളൊക്കെ വളർന്നു വരേണ്ടത്. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കൂട്ടായ്മ ശക്തിപ്പെടുത്തുക. എരഞ്ഞിക്കൽ മഹല്ല് ചെയ്യേണ്ട പണി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രാക്ടിക്കലാക്കി നോക്കി. ഞാനും അള്ളാൻ്റെ വീട് കൊണ്ട് കുറേ മഹല്ലുകളിൽ അത് നടപ്പിലാക്കാൻ ശ്രമിച്ച് വിജയിച്ചൊരു സാധനമാണ്. ഇവിടെ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മളെ മഹല്ലിൽ എനിക്ക് തോന്നുന്നു 100-300-ലധികം കുടുംബങ്ങളുണ്ട് എന്ന് വിശ്വസിക്കണം. അങ്ങനെയല്ലേ? ഉണ്ട്. ഈ 300-ലധികം കുടുംബങ്ങളെ നിങ്ങൾ ക്ലസ്റ്ററുകളാക്കി തിരിക്കണം. ക്ലസ്റ്ററുകൾ തന്നെ പണ്ടത്തെ സ്നേഹബന്ധോ സൗഹൃദബന്ധമൊന്നും ആർക്കടിയിലില്ല. പണ്ട് ഇപ്പോൾ ഇയാളുടെ വരയിലൊരു കല്യാണം ഉണ്ടായാൽ നാട്ടുകാർ മുഴുവൻ പോയി പന്തലിട്ട് കൊടുത്തിന്ന്, ചെമ്പ് കെട്ടി കൊടുത്തിന്ന്, ചെമ്പ് വെക്കിന്ന്, പാത്രം കഴുകിന്ന്, അവിടെ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുക. നമ്മളൊക്കെ ഓടിയില്ലേ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും? ഇന്നോ തിന്നാൻ തന്നെ ചെല്ലാൻ സമയമല്ല. തിന്നാൻ അയാൾ വെച്ചെന്ന സാധനം തന്നെ മറ്റേ കാറ്ററിങ് സർവീസുകാർ വിളമ്പി തന്നിട്ട് കൂടി മുഴുവൻ തിന്നാൻ നമുക്ക് എന്തില്ല, സമയമില്ലാതെയാണ് പലരും പോകുന്നത്. അങ്ങനത്തെ ഒരു സമയത്ത് നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഏതൊക്കെ കുട്ടികൾ, ഇപ്പം ലഹരി ഒരു പ്രശ്നമാണ്, ഈ സ്വതന്ത്ര ചിന്തകൾ ഒരു പ്രശ്നമാണ്. ആണും പെണ്ണൊക്കെ കേട്ടോ, ആണും പെണ്ണൊക്കെ ഒക്കെ പറയാൻ നിന്ന ഇഷ്ടം പോലെ പറയേണ്ടി വരും. എനിക്ക് 100 കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ കുടുംബ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, മഹല്ലിൽ ദീനില്ലാത്ത, കുടുംബത്തിൽ ദീനില്ലാത്ത, അല്ലെങ്കിൽ ദീനിൻ്റെ ഒരു നടത്തിപ്പ്, ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റാവുന്ന ഓരോ ഏരിയകളിൽ തലമുതിർന്ന ഒരാൾ, അതിൻ്റെ താഴെ ഓടിച്ചാടാൻ പറ്റിയ ഒരാൾ, യുവാവ് ഒരാൾ, വിദ്യാർത്ഥി ഒരാൾ, സ്ത്രീകളിൽ നിന്നും അങ്ങനത്തെ ഒരു ഭാഗത ഉണ്ടാക്കി ഒരു 10-15 വീട് അല്ലെ 20 വീടിൻ്റെ ചുമതല ഒരു ടീം, അങ്ങനെ വ്യത്യസ്ത ടീമുകളാക്കി ആ ടീമിൻ്റെ കോർഡിനേഷൻ മഹല്ല് കമ്മിറ്റി നിർവഹിച്ചാൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാവും. 1-2 അല്ല, 500-600 മദ്യപാനികളെ അവസാനിപ്പിച്ച കഥ എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. സർക്കാർ സംവിധാനമല്ല, മഹല്ല് സംവിധാനം. 500-600 കള്ളുകൂടിയന്മാരെ കള്ളുകൂടി നിർത്തിയത് പറയാൻ കഴിയും. 100 കണക്കിന് കുടുംബ പ്രശ്നങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിൻ്റെ കണക്കിൽ വരാൻ പറ്റും. ജില്ലാ കലക്ടർക്കും രാഷ്ട്രീയ സംവിധാന അധികാരവർഗം മുഴുവൻ ഇടപെട്ടിട്ട് പരിഹരിക്കാത്ത വഴിപ്രശ്നം പരിഹരിച്ച കഥ അനുഭവങ്ങളിലൂടെ എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. അനുഭവങ്ങളിലൂടെ. പക്ഷെ ഒരൊറ്റ ഒന്നുള്ളൂ, എന്തറിയോ? അവനാൻ്റെ ഇടയ്ക്കൊന്നും ഇങ്ങനെ 2 മാസത്തിൽ ഒരിക്കൽ ആ ടീമിനൊന്ന് വിളിച്ചു കൂട്ടി വർക്കുകളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യലും മഹല്ല് കമ്മിറ്റി ആയിട്ട് എടുക്കണം. ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളെ നാട്ടിലത്തെ മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഓരിങ്ങനെ പ്രസിഡന്റ്, സെക്രട്ടറി, കുറച്ച് ആൾക്കാർ, കമ്മിറ്റിക്കാർ, മൂല്യർക്ക് ശമ്പളം കൊടുക്കലും, പിന്നെ എന്താണ് മദ്രസിലെ ബൽക്ക് ശമ്പളം കൊടുക്കലും, ഫിത്ർ ജക്കാത്ത് വാങ്ങലും, പരിസംഖ്യ വാങ്ങലുമാണ് ഡ്യൂട്ടി എന്നാണ്. അതിനൊരു മനുഷ്യൻ്റെ ആവശ്യമില്ല. അത് ജനങ്ങൾക്ക് ബാധ്യത തോന്നുമ്പോൾ ആരെങ്കിലും ഒരാൾ ഏൽപ്പിച്ചാൽ നടക്കും. കമ്മിറ്റി എന്ന് പറയുന്നത് പരിപാലനാണ്. ഈ നാടിൻ്റെ തെസ്കിയത്താണ്, ഈ നാടിൻ്റെ സുരക്ഷിതത്വം നിലനിർത്തലാണ്. അതിൽ മതപരമായ വിശ്വാസ ആചാരങ്ങളെ സംരക്ഷിക്കലിലും നാടിൻ്റെ സൗഹാർദ്ദം നിലനിർത്തലിലും കമ്മിറ്റി അംഗങ്ങൾ, മഹല്ലിലെ സമിതികൾ, KNMകാർ, ISMകാർ, MSMകാർ, MGMകാർ എന്ന് പറയുന്ന സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ ഇറങ്ങി പുറപ്പെടുന്ന സമയമാണ്. അല്ലാതെ അങ്ങനെ ആർക്കൊക്കെ സെക്രട്ടറി ആകാം, പ്രസിഡന്റ് ആകാന്നുള്ള നിലക്കല്ല. ആ സംവിധാനം സംഘടിതമായി, ഇസ്ലാമിൽ നിസ്കാരം നോക്കി സംഘടിതല്ലേ, സക്കാത്ത് സംവിധാനം സംഘടിതല്ലേ, നോമ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കർമ്മങ്ങൾ ഒക്കെ ഏറെക്കുറെ സംഘടിതല്ലേ, ഹജ്ജിന്റെ കാര്യം നോക്കി സംഘടിതമല്ലേ? റസൂലുള്ള എവിടേക്കേലും 3 ആളെ പറഞ്ഞയക്കുകയാണെങ്കിൽ ആ 3 ആൾക്കാരിൽ ഒരാളെ നേതാവായി നിശ്ചയിച്ചുകൊണ്ട് സംഘടിതമായിട്ടല്ലേ അവരെ വിട്ടിട്ടില്ലേ? ഏതൊക്കെ സംവിധാനങ്ങൾ ഓരോ നാടുകളിലേക്ക് ഗവർണറെ വിടുമ്പോൾ ഷൂറക്ക് വേണ്ടി സമിതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തിട്ടില്ലേ? യുദ്ധങ്ങൾ പോകുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
ശൂറകൾ കൂടിയില്ലേ, യുദ്ധ തലേന്ന് കൂടിയില്ലേ, പിറ്റേന്ന് കൂടിയില്ലേ, യുദ്ധാനന്തരം കൂടിയില്ലേ, നിരാശരായ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ മിമ്പറിൽ കയറി റസൂലുള്ളാഹ് കൂടിയാലോചന നടത്തി സമാശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞില്ലേ. ഇതൊക്കെ കൂട്ടായ്മയിലൂടെ നടക്കണത്, ചേർന്നിരിക്കുമ്പോഴാണ് നടക്കണം. ഈ ഡ്യൂട്ടി മുഴുവൻ നിർവഹിക്കണം. ഏതെങ്കിലും ഒരു പ്രസിഡന്റ് സെക്രട്ടറി മാത്രമല്ല, മഹൽ അംഗങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ ഓരോ പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദീനുമായിട്ടൊരു ബന്ധമില്ലാത്ത തലമുറയാണ് വരുന്നത്. ഒരു സംശയവും എനിക്കില്ല. 30 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ലിബറൽ ഇവിടുത്തെ യുക്തിചിന്തകളുള്ള അവരുടെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്. പോലീസുകാർ സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസുകാരായിട്ട് ഇരുന്നപ്പോൾ അവർ കാണിച്ചതന്നെയാണ്. അതിൽ 90% മുസ്ലിം കുടുംബങ്ങളാണ് അതിൻ്റെ ഫോളോവേഴ്സുള്ള ഐഡികൾ. കേരളക്കാരെ കഥ അറിയണേ, പുറത്തൊക്കെയല്ല. ഇപ്പോൾ ഈ കുട്ടികൾ കൊറിയൻ വെബ് സീരീസുകളുടെ പിറകെയാണ്. നമ്മളെ കുട്ടികളെ മുടികൾ കണ്ടിട്ടില്ല, ഇവിടെ ഒരു ചെറിയ വര, ഇവിടെ ഇങ്ങോട്ടൊരു സാധനം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വേറെന്തോ ഒരു സാധനം. ഇതൊക്കെ എവിടെ നിന്നിട്ടിയാ? ഏതെങ്കിലും സിനിമ നടന്നെ ഓല് കാണുന്നേ. ഇപ്പോൾ ആ 2 ആഴ്ച മുമ്പ് UP-ൽ 16, 14, 12 വയസ്സുള്ള പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തില്ലേ? എന്തൊരു കാരണം പറഞ്ഞത്? ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗെയിമിനെ വാപ്പ തടഞ്ഞ് ഞങ്ങൾക്കൊന്നില്ല, ഞങ്ങളെ ജീവിതം നശിച്ചു എന്നാണ് ആ ചിന്തിച്ച കുട്ടികൾ. എവിടുന്ന ഈ നിരാശയിലേക്ക് ഈ കുട്ടികൾ പോയത്? അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഗെയിമുകൾ പ്രശ്നമാണ്, ലഹരിക്കടിമപ്പെടുന്ന കുടുംബ സാഹചര്യങ്ങളാണ്. ഇത് തടയണമെന്നുണ്ടെങ്കിൽ ഉപരിപ്ലവമായി ഞങ്ങൾ മറ്റേ എന്താണ് ലഹരി വിരുദ്ധ റാലി നടത്തിയിട്ടുണ്ട്, ഇത് കൈ പിടിച്ചിട്ടുണ്ട്, പ്രതിജ്ഞ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊന്നും കാര്യമില്ല. ആസൂത്രിത വർക്ക് വീട്ടിൽ ഇറങ്ങിച്ചെല്ലണം. എന്ന് പറഞ്ഞാൽ അയൽപ്പക്ക ബന്ധങ്ങൾ പഴയ പോലെ തിരിച്ചെടുത്ത് മഹലിൻ്റെ ചുമതലപ്പെടുത്തിയ ആൾക്കാർ നിങ്ങളുമായിട്ടൊക്കെ വരും എന്നൊക്കെ പരസ്പരം ബോധ്യപ്പെടുത്തി, നാട്ടുകാരെയും ബോധ്യപ്പെടുത്തി ഒരു ശ്രമം നിങ്ങൾ നടത്തിയാൽ വിപ്ലവകരമായ മാറ്റാക്കരം. അടുത്ത റമദാൻ ഉച്ചക്കത്തെ ക്ലാസ്സിനെ നിങ്ങൾ ഇരിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ സ്ഥലം കിട്ടൂല. ആ ചെറുപ്പം അവിടെ എത്തും, നമ്മുടെ തലമുറ എത്തും. എത്തിൻ്റെ തെളിവുണ്ട്, രേഖയുണ്ട്. ശ്രമം. പക്ഷേ ഫോണിൽ നിന്ന് ഇറങ്ങണം. വാട്സപ്പിൽ നിന്നും ഫോണിൽ നിന്നൊക്കെ ഇറങ്ങി മുഖാമുഖം ഉണ്ടല്ലോ മനുഷ്യന്മാർ കണ്ണു നോക്കിയിട്ടുള്ള വർത്തമാനം. ആ വർത്തമാനം തിരുത്തലുകൾ മഹല്ലിലെ വീടുകളിലെങ്കിലും നമ്മൾ നടത്താൻ ശ്രമിക്കണമെന്നതാണ് എനിക്ക് ഒരു അഭ്യർത്ഥന ഉള്ളതും അപേക്ഷ ഉള്ളതും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ എന്ത് കർമ്മങ്ങൾ നോക്കിയാലും, വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന നോക്കിയാലും അവിടെ ഒരു കൂട്ടായ്മയിൽ. ഇപ്പോൾ ഏറ്റവും നല്ല കവിയായ മുഅ്മിൻ ആരാന്ന് ചോദിച്ചപ്പോൾ യുഖാലിത്തുൻ നാസ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ജനങ്ങളുമായിട്ട് കൂടിയിടപഴകണം, വിട്ടുപോകണമെന്നല്ല, കൂടിയിടപഴകി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവരുടെ കേൾക്കാനൊക്കെ മനസ്സ് കാണിക്കണമെന്ന്. അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം. സംഘടിത ബോധത്തിന് പിന്നെ ലീഡർ അതിൻ്റെ അനുയായി എന്ന നിലക്കൊക്കെ വരുമ്പോൾ പരസ്പരമുള്ള തിരുത്തലുകൾ ഉണ്ടാകണം. അടിച്ചേൽപ്പിക്കലുകളല്ല. ചിലപ്പോൾ ചില അടിച്ചേൽപ്പിച്ച് ഞാൻ പറയുന്ന മുഴുവൻ എല്ലാവരും കേൾക്കണം എന്നല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി അങ്ങനെ ചെയ്തുകൂടെ? നബിൻ്റെ തീരുമാനം തിരുത്തിയിട്ടില്ലേ? സ്വഹാബത്ത് ഭൗതികമായി മതപരമായ തീരുമാനമുള്ള തിരുത്താത്തത്. ഭൗതികമായ പ്രവാചകൻ്റെ എന്തൊക്കെ തീരുമാനങ്ങൾ സ്വഹാബത്ത് തിരുത്തിയിരിക്കണം. അവർ ഈന്തപ്പന പൂക്കണ സമയത്ത് പൂവുകളെ ഇവിടുന്ന് എടുത്തുകൊണ്ട് അങ്ങോട്ടും അവിടുന്ന് എടുത്ത് ഇങ്ങോട്ടും ആണും പെണ്ണും ഇണ ചേർക്കാൻ ശ്രമിച്ചിരുന്നത്ര. ഈന്തപ്പനയിലെ പൂക്കളിൽ ആണും പെണ്ണും ഉണ്ട്, അതിങ്ങനെ ചേർത്തിരുന്നു. അപ്പം നബി പറഞ്ഞു എന്താ കളി ചെയ്യണേ? അങ്ങനെ പോലെ അത് ഉപേക്ഷിച്ച് ഒരു ദിവസം ആ വർഷം ഈത്തപ്പഴം തീരെ ഉണ്ടായില്ല. അപ്പോൾ നബിൻ്റെ അടുത്ത് വന്നിട്ട് പോലെ പറഞ്ഞു, നിങ്ങളിപ്പോൾ എന്ത് പണിയാണ് നബി കാട്ടിയത്? ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു, അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് കുറേ കിട്ടിയിരുന്നു, ഇപ്പോൾ അത് കുറി വിഭവം കുറഞ്ഞല്ലോ. അപ്പം നബി പറഞ്ഞു, നിങ്ങൾ പഴയ പോലെ തിന്നോളി, ഞങ്ങളെ ദുനിയാവിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞതാണ്. യുദ്ധത്തിന് പോയി തമ്പടിച്ചു കൊടുത്തൊന്ന് സാബി പറഞ്ഞില്ലേ, ഇവിടുന്ന് മാറ്റി ഖന്തക്ക് യുദ്ധവേളയിൽ ഇതുപോലെ എങ്ങനെ ചെയ്യണമെന്ന് നബിനെ തിരുത്തി കൊടുത്തില്ല. ഭൗതികമായ സംഗതികൾ ചിലപ്പോൾ നേതാക്കന്മാർ അനുയായികൾ തിരുത്തി കൊടുക്കേണ്ടി വരും. അത് സ്നേഹബുദ്ധിയ സൗഹാർദ്ദത്തോടു കൂടി തിരുത്തലുകൾ നടക്കണം. അതിനും കൂട്ടായ്മകൾ ബലപ്പെട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ആത്യന്തികമായി മുസ്ലിമായി ജീവിച്ച് മരിക്കുക എന്നുള്ള നമ്മളെ ലക്ഷ്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രവാസിയുടെ ജീവിത കഥ പോലെ എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനം മാത്രം ബാക്കിയാകുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ ആത്മാർത്ഥമായി എന്ത് ചെയ്യുക? മുസ്ലിമായി ജീവിക്കുക. ആ മുസ്ലിമായി ജീവിക്കുക എന്നുള്ള പ്രഖ്യാപനം നമ്മൾ അള്ളാനെ സഹായിക്കൽ കൂടിയാണ്. അള്ളാനെ സഹായിക്കാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് ഈ കൂട്ടായ്മകൾ ബലപ്പെടുത്തി സംവിധാനങ്ങൾ ശരിയാക്കി മഹല്ല് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പിരിവ് കൊടുത്ത, വരിസംഖ്യ കൊടുത്ത, ഫിത്ർ സക്കാത്ത് കൊടുത്ത, ഒളിയത്തിന് ഷെയർ കൂടിയ
നമ്മളെ ബാധ്യത തീർന്നു എന്ന് എന്ത് ചെയ്യരുത്, വിചാരിക്കരുത്. സംസ്കരണ പ്രവർത്തനങ്ങളിൽ ആസൂത്രിതമായ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് അപേക്ഷിക്കാനുള്ളത്. പിന്നെ 2 മണി ഇനി ഒരു 10 മണി പറഞ്ഞൂടെ? ഒരു കുടുങ്ങിയിട്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട് സാധാരണ. അതായത് ഞാൻ നീച്ചു പോകരുതെന്ന് ഞാൻ പറയുകയും ചെയ്തിരിക്കണം. അതുകൊണ്ട് ഞാനെന്തായാലും നിർത്തി. ഞാൻ പറയുന്ന ആശയങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ കൂടുതലായി പറയണില്ല. കുഞ്ഞക്കാ വേഗ നിർത്തല്ലേ നിങ്ങളാണ് ഇപ്പോൾ പ്രായം കൊണ്ട് മൂത്ത ആള്, എനിക്ക് പഴയ ബന്ധമുള്ള ആളും മൂപ്പരായിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇരുന്നതാണെന്ന് എനിക്ക് തോന്നി. ഏതായാലും ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ അഹ്ലർ റമളാൻ എന്ന് പറഞ്ഞ പരിപാടി വണ്ടൂര് താളിയം കൊണ്ട് പറഞ്ഞ് നമ്മളൊരു പഴയ മഹലുണ്ട് കേട്ടോ, അവിടെ നടത്തിയത്. അപ്പോൾ ഈ ഇശാ ബാങ്ക് കൊടുത്ത ആൾക്കാരെന്ത് ചെയ്യും, നീച്ചു പോകും അത്രേ. ഇതിനോട് പോണ സമയത്ത് എന്നെ കൊണ്ടോണെ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണ്, ഓൻ ബൈക്കുമെന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോൾ പറഞ്ഞു നമുക്ക് ജമാഅത്ത് ഒന്നിച്ച് നിസ്കരിക്കും. ബാങ്ക് കൊടുത്തോട്ടെ ജമാഅത്ത്, നമുക്ക് ഇന്നത്തെ ജമാഅത്ത് അല്പം വൈകിച്ചാൽ മതി, വിഷയമല്ലേ, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ സാധാരണ ബാങ്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോരുത്തർ നീച്ചാൽ പിന്നെ തിരിച്ചു വരലില്ലായിരുന്നു. ഞാൻ 9:30 വരെ ഏകദേശം പ്രസംഗിച്ചിരുന്നു, 7 മണി 7:15 മുതൽ. ആ ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന്. അപ്പം എന്നോട് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദ് എങ്ങളാ പറിച്ചിട്ടുകൊണ്ടിരുന്നേ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ആദ്യം നീച്ചെന്ന് ഒരു കാക്ക. അതേപോലെ ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഇരുന്നേക്കാരം. ഇരുന്നീന് ഏതായാലും എനിക്ക് സന്തോഷം, കാരണം ഇറങ്ങിക്കൽ കാലങ്ങൾക്ക് ശേഷം വന്നപ്പോൾ നിങ്ങൾ ഇരുന്നല്ലോ. ഞാൻ സൂചിപ്പിച്ചതിന് ചുരുക്കം, ഒന്ന് മുസ്ലിമായി നമ്മൾ ജീവിച്ച് മരിക്കണം. അത് അള്ളാനെ സഹായിക്കൽ എന്ന് പറഞ്ഞാൽ ആ ദീന് മറ്റുള്ളവർക്ക് എത്തിക്കലാണ്. നമ്മുടെ നാട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധി നമ്മളെ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ഞാൻ മുസ്ലിമായിട്ടേ മരിക്കൂ, ഞാൻ മുസ്ലിമാണ് എന്നുള്ള ചിന്ത കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് കേവലം ഏതെങ്കിലും ഒരു കമ്മിറ്റി പ്രസിഡൻറ്റോ സെക്രട്ടറിയോ കൊണ്ടോ ഒരു ഉസ്താദിനെ കൊണ്ടല്ല. നമ്മളിങ്ങനെ ആസൂത്രിതമായി ഓരോ വീടുകൾക്കും നബി മദീനയിൽ 100 ആൾക്കാർക്ക് ഒരു ലീഡറൊക്കെ വിട്ടില്ലേ, 100 ആളുകൾക്ക് ഒരു ലീഡറൊക്കെ നബി ആക്കി കൊടുത്തല്ലോ. ഇത് റസൂലുള്ള കാണിച്ചെന്നേണേ, വീടുകൾ കേന്ദ്രീകരിച്ച് വ്യക്തികളെ ദൈവത്തിന് നബി വിട്ടില്ലേ. നബി മദീനയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഓരോ വീടുകളിലും ഒരാളെങ്കിലും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായില്ലേ. ഈ വർക്ക് പുതിയ കാലത്ത് നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്ത് പോകണം. അത് അപ്ലൈ ചെയ്യേണ്ട കമ്മിറ്റി സെക്രട്ടറി പ്രസിഡൻ്റോ ആരാണ് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അവരെ കൊണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്ത എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ടാവും, അവരിലൂടെ ISM-ഉം MSM-ഉം MGM ഒക്കെ ശക്തിപ്പെടുത്തി അതിനെ ഓരോ ഏരിയ തലത്തിലെ ഡ്യൂട്ടികൾ കൊടുത്ത് നമ്മളെ ദീനിൻ്റെ കാര്യത്താനും ദീന് ദഅവത്തെത്തിക്കാനും ഒരു ഖുർആൻ ക്ലാസ് എടുത്തിൻ്റെ അതിൻ്റെ സന്ദേശം ആ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഇന്ന നോട്ടീസ് ഉണ്ട്, അപ്പോൾ ഓരോരുത്തർ വന്നെടുക്കണം, വിതരണം ചെയ്യുന്നത്. 15 വീടോ 20 വീടാണ് ഒരു കൂട്ടർക്ക് ഉണ്ടാകുക. ആ 20 വീടിന് നമ്മൾ 10-20 മിനിറ്റ് ചിലവഴിച്ചാൽ വീട്ടുകാരും പരസ്പരം ഒരു കണക്ഷൻ ഉണ്ടാവും, ബന്ധം ഉണ്ടാവും. സാമ്പത്തിക ഇടപാടുകളിൽ പലിശക്കാരൻ്റെ അറുക്കാൻ കഴിയും, പലിശ പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ കഴിയും. ലോണ് കൊണ്ട് കടം കെട്ടി ബുദ്ധിമുട്ടിയും കണ്ട് ആത്മഹത്യ മുനമ്പിലേക്ക് പോകുന്നതിനെ തിരുത്താൻ കഴിയും. ഒരുപാട് മെച്ചങ്ങൾ അതുകൊണ്ട് ചെയ്യാൻ കഴിയും. അതിൻ്റെ മാതൃകയിൽ രൂപയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് നിങ്ങൾ ഏറ്റെടുക്കണമെന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള ബാധ്യത. ദീനിൻ്റെ മാർഗത്തിൽ മുസ്ലിമായി അല്ലാതെ നമ്മൾ വേറെ നിസ്കരിച്ചുകൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടില്ല. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിസ്കരിക്കണ്, നോമ്പ് വെക്കണം, എന്നാൽ നമ്മൾ രക്ഷപ്പെടുമോ? ഇല്ല. അങ്ങനെ വല്ലസറിൽ അർത്ഥമല്ല. വല്ലസർ ഇന്നൽ ഇൻസാൻ ഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തിന് നിർത്തിയാൽ മതി. അവിടെ നിർത്തിയിട്ടില്ല. വതവാ സൗബിൽ ഹക്ക് വതവാ സൗബി സബറുണ്ട്. ഹക്ക പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തുണ്ട്. 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 78-79 ആയത്ത് എന്താ? ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമും ദാവൂദും അനുയായികളെ ശപിച്ചു എന്നാണ്. എന്താ ശപിക്കാൻ കാരണം? തമ്മാടിത്തം ചെയ്തു. എന്താ തമ്മാടിത്തം? കാനൂല യതനാഹുന മുൻകരി, ചെയ്ത തെറ്റിനെ വിരോധിച്ചില്ല. കള്ളു കുടിച്ചപ്പോൾ ശരിയല്ലെന്ന് പറഞ്ഞില്ല, വ്യഭിചരിച്ചപ്പോൾ ശരിയല്ലെന്ന് പറഞ്ഞില്ല, ദീന് കൈവടിഞ്ഞ് ലിബറലിസത്തിന്റെ പിന്നാലെ പോയപ്പോൾ ശരിയല്ലെന്ന് പറഞ്ഞ, ഇസ്ലാമിനെ ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക സംസ്കാരം വിട്ടുപോയപ്പോ അരുതെന്ന് പറഞ്ഞില്ല. അതാ തോന്നിവാസം. ആ തോന്നിവാസത്തിന്റെ പേരിലാണ് ശപിക്കപ്പെട്ടു പോയത് പ്രവാചകന്മാരുടെ നാവുകളാൽ. ഇന്ന് പ്രവാചകന്മാരുണ്ടെങ്കിൽ നമ്മൾ എത്ര നാവുകളിലൂടെ ശപിക്കപ്പെട്ടു പോകും. അതുകൊണ്ട് ദഅവത്തും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണത്തിന് കൂട്ടായ്മകൾ ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിപ്പോൾ 2.5 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 3 കൊല്ലമായിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ, സ്കൂൾ വിഴിഞ്ഞം ഹാർബറിലെ സ്കൂളിലാണ് ഞാൻ പറയാം. അതിൽ അവിടെ ഒരു പള്ളി സംഘപരിവാർ 3-4 പള്ളി
കയറ്റാൻ സമ്മതിക്കാത്തോടത്ത് നമ്മളൊരു പള്ളി പണ്ടുണ്ടായിരുന്ന ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അവിടെ ഒരു പള്ളിക്ക് അനുവാദം വാങ്ങി പള്ളി ഇങ്ങനെ കയറ്റിയൊക്കെ റെഡിയായി. അതിൻ്റെ പണിയൊക്കെ കഴിക്കണം, അതിൻ്റെ പിരിവൊന്നും ഞാൻ ചോദിക്കണില്ല. അത് അവിടുന്ന് തന്നെ അള്ളാൻ്റെ ഓട് കൊണ്ട് പിരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നമ്പറിൻ്റെ ഒരു ചെറിയൊരു പ്രയാസമുണ്ട്, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്പർ തരാതിരിക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടക്കുമല്ലോ, ആ ശ്രമങ്ങളെ കൂട്ടത്തിൽ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഓവർകം ചെയ്ത് ഇൻഷാ അല്ലാഹ് 2 ആഴ്ച കൊണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അത്. അപ്പോൾ ആ പള്ളിപ്പണി എടുക്കുമ്പോൾ ഇതിൻ്റെ ഫണ്ട് അവിടെ തന്നെ നമ്മളിങ്ങനെ 10-57 ലക്ഷം റുപ്യ പിരിച്ചുണ്ടാക്കിയത്. അവിടെ അങ്ങനെ നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ തന്നെ നിങ്ങളൊരു മുസല്ല എന്നളി, നിങ്ങളൊരു 2 മുസല്ല എന്നളി, അങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച് അങ്ങനെയാണ് സംഗതി ഉണ്ടായത്. അപ്പോൾ അന്ന് നിലവിൽ അവിടുത്തെ പള്ളി നിലവിലുള്ളൊരു സംവിധാനം ഇങ്ങനെ മദ്രസൊക്കെ നടന്നു പോകുന്നുണ്ട്. അത് ഇങ്ങനെ നിന്ന് പോകണമെങ്കിൽ ഈ കാര്യത്തെ പോലെയല്ല, കുറേ പ്രതിസന്ധിയാണ് അവിടെ എന്ന് പറഞ്ഞാൽ. പള്ളി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 40 കിലോമീറ്റർ അനുസരിച്ച് ഒരു പള്ളി കിട്ടൂല, കിട്ടുന്ന പള്ളി ചിലപ്പോൾ മക്കാൻ പള്ളിയേക്കാരം, നമുക്ക് കയറ്റാൻ പറ്റില്ല, അങ്ങനത്തെ പള്ളിയൊക്കെക്കാരം. അപ്പം എൻ്റെ പിന്നിൽ സുബൈക്ക് വരുന്ന മനുഷ്യൻ 16 കിലോമീറ്റർ യാത്ര ചെയ്ത് വരുന്ന മനുഷ്യനുണ്ട്. നമ്മൾ പേരൻ്റെ അവിടുന്ന് 100 മീറ്ററില്ല പള്ളിക്ക് കൂടി പോകാൻ നമുക്ക് വയ്യ. 16 കിലോമീറ്റർ യാത്ര ചെയ്ത് സുബൈക്ക് പള്ളി തരുന്നത്. 8, 6, 7 കിലോമീറ്റർ യാത്ര ചെയ്ത് വരുന്നവർ വേറെ ഉണ്ട്. വേറെ കാര്യം അത് നിസ്കരിക്കാൻ ഓനെ അവിടേക്ക് വരണമല്ല, അത് അവസരമല്ല. ഓൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, പള്ളിക്ക് എത്താൻ അതാണ് മാർഗം. അങ്ങനെയും കൂടി ഉണ്ടാക്കിയ പള്ളിയാണ്. അപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ ബാക്കിയുള്ള പള്ളീൻ്റെ പണി സ്റ്റക്കായി, പള്ളീൻ്റെ പണി തന്നെ നടത്തിപ്പുകൾ. അപ്പോൾ അതെന്താ ചെയ്യുക വെച്ചാൽ നോമ്പിൽ ഞാൻ പിരിച്ചുകൊണ്ടെന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. എന്നെ വിശ്വസിച്ചിട്ടാണ് എന്ത് ചെയ്ത് ഓലത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയത്. അപ്പം അതിൻ്റെ പള്ളി മദ്രസും ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ ഒരു 50,000 രൂപയോളം മാസം ചിലവ് വരും. അപ്പോൾ ഏകദേശം ഒരു 5 ലക്ഷത്തിൻ്റെ മുകളിൽ ഇതിൻ്റെ ഒരു കടമുണ്ട്. അതാണ് ഇന്നത്തെ നിങ്ങളെ ബക്കറ്റ് കളക്ഷൻ. ബക്കറ്റ് നിങ്ങൾക്ക് എന്നെന്താ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 100 പള്ളികൾ ബാങ്ക് കേൾക്കണ, അല്ലെങ്കിൽ 10-20 പള്ളികൾ ഒരു നാട്ടിൽ തന്നെ കിട്ടുകയാണ്. ഒന്നുമില്ലാത്തവർക്ക് നടത്തുന്നതായതുകൊണ്ട് ആത്മാർത്ഥമായൊരു സഹകരണം ആ ബക്കറ്റിലുള്ള കലക്ഷനിൽ നിങ്ങൾ ഇടണം. പള്ളിയുടെ നിങ്ങളെ കൊണ്ട് 100 ആണെങ്കിലും 200 ആയാലും 500 ആയാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഇന്നത്തെ വേണം. അതൊന്ന് ഇന്നത്തെ കലക്ഷൻ. വേറെ നിങ്ങൾക്ക് നോമ്പാണല്ലോ, നോമ്പിൽ നന്മകളെ സംബന്ധിച്ച് അറിയിക്കാമല്ലോ. അറിയിക്കാൻ വേണ്ടി മറ്റൊരു കാര്യം അറിയിക്കാനുള്ള ഞാൻ നമ്മളെ പ്രസിഡൻറ്റിനോട് സെക്രട്ടറിനോടൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂള് വിഴിഞ്ഞം ഹാർബറിലെ മത്സ്യത്തൊഴിലാളികളായ, പ്രത്യേകിച്ച് നമ്മളെ സമൂഹം മാത്രമേ അവിടെ ഉള്ളൂ, മുസ്ലിം സമൂഹത്തിൻ്റെ പേരിലുള്ള ഒരു സ്കൂളിലാണ്, ഹാർബറിൽ ഉള്ള സ്കൂളാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാമല്ലോ അവരുടെ ഒരു ദയനീയത. അപ്പം ഞങ്ങൾ അവിടെ ചെയ്യുന്ന ഒരു നന്മ ഉണ്ട്. ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന ശേഷം തുടങ്ങിയ സംരംഭമാണ്. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ ദരിദ്രരായിരിക്കുമല്ലോ ഇവർ മഹാഭൂരിപക്ഷം. മീൻ വേനൽക്കാലത്ത് ഉണ്ടാവില്ലല്ലോ, വിറ്റാക്കണെങ്കിൽ വേറെ ലോകം പരിചയം ഉണ്ടാവില്ല. 1500 രൂപ ഞങ്ങളിൽ എത്ര ആൾക്കാർ ഒരു മാസം കഴിച്ചു കിട്ടും? 1500 രൂപ കൊണ്ട് ഒരു മാസം ജീവിക്കാൻ കഴിവുള്ള ആൾക്കാരൊന്ന് കൈവെക്കുക. 1500 രൂപ നിങ്ങളെ വരുമാനമുള്ളൂ. ഒരു മാസം 3-4 കുട്ടികളും ഉണ്ട്, നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന എത്ര ആളുണ്ടാവും? ആരുമില്ലല്ലോ, ഇല്ല, അസംഭവ്യമാണ്. പക്ഷെ അവർക്കങ്ങനെ ജീവിച്ചു പോലെ ശീലിച്ചിട്ടുണ്ടാവും. ദരിദ്രരുണ്ട് അവിടെ, ഉണ്ടെന്ന് നമുക്കറിയണം, നമ്മൾ പഠിപ്പിക്കണ മക്കളല്ലേ. ഭക്ഷണത്തിന് ഉച്ചഭക്ഷണം ബാക്കിയായത് കവർ കൊണ്ടുപോയി വൈകുന്നേരം നോമ്പ് തുറക്കണവനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്കൂളിലെ ഉച്ചഭക്ഷണം പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടുപോയി വൈകുന്നേരം നോമ്പ് തുറക്കണവനെ പറ്റി ആലോചിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. ഇതുണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് നമ്മൾ അനുഭവിക്കുന്ന സമ്മതി ആയതുകൊണ്ട് അറിയാം. അപ്പോൾ അതിൽ എല്ലാ പെരുന്നാൾക്കും ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് പട്ടിണി ഇല്ലാതിരിക്കാൻ ഒരു ശ്രമം നടത്താറുണ്ട് PTA-ൻ്റെ നേതൃത്വത്തിൽ. PTA-ൻ്റെ പേരിൽ പറയാനുള്ളത് ഞാനാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ 1 കിലോ ബിരിയാണി അരി, അതിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ ആവശ്യമുള്ളത്, അങ്ങനെ ഒരു 300 രൂപ അല്ലെങ്കിൽ 300-ൻ്റെ അടുത്ത് പൈസക്ക് അതും 200 രൂപ അല്ലെങ്കിൽ 250 രൂപ മാംസം വാങ്ങാനും ഇറച്ചി വാങ്ങാനും ആയിട്ട് കൊടുക്കാറുണ്ട്. കിറ്റ് പെരുന്നാളിൻ്റെ തലേന്ന് ആയിട്ട് കൊടുക്കും അവർക്ക്. അങ്ങനെ ഈ ഭക്ഷണ കിറ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കാറുണ്ട്. 500 രൂപ 550 രൂപയാണ് ചിലവ് വരിക. അതിങ്ങനെ എല്ലാവരും പാടെ തരുമ്പോൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മേലെ വർഷമൊക്കെ 225, 230 ഒക്കെ ആയിരുന്നു. ഇത്തവണ കുട്ടികൾ സ്കൂളിൽ കൂടിയുണ്ട് 262 കിറ്റ് വേണം. 500 രൂപൻ്റെ 262 കിറ്റ് വേണം. അപ്പം ഞാനിങ്ങനെ പ്രസംഗിനോടത്ത് പറയും, ചില ആൾക്കാരത് ഏറ്റെടുക്കും. സാധാരണ ഞാൻ ഷാദുലി പള്ളിയിലും വടകര ഇസ്ലാഹി സെൻ്ററിൽ മാത്രമേ പറയാറുള്ളത്. അവിടുന്ന് തന്നെ ഏകദേശം അത് ആകാറുണ്ട്. ഇത്തവണ ഓൽക്ക് എനിക്ക് ഡേറ്റ് കൊടുത്തപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിപ്പോയി. വൈകാൻ പറ്റില്ല, ഇത് കിട്ടുമോ കിട്ടൂല എന്നുള്ള ആദ്യം അറിയാമാണ്.
അതുകൊണ്ട് നിങ്ങളുമായിട്ട് എന്ത് ചെയ്താണ്, പങ്കുവെച്ചതാണ്. ചില ആൾക്കാർക്ക് ഈ ഭക്ഷണം തീക്കലൊരു നന്മയാണല്ലോ. അപ്പം പെരുന്നാൾക്ക് ഇപ്പോൾ നമ്മൾ 2-3 ചോറൊക്കെ എന്തായാലും വാങ്ങൂലേ, മിനിമം 2 കിലോ ചിക്കൻ എന്തായാലും നമ്മൾ വാങ്ങൂലേ. ഇതൊരു എല്ലും കഷ്ണമെങ്കിലുമൊക്കെ കിട്ടാൻ അതെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് കാത്തിരിക്കണവരും ഉണ്ട്, ലോകത്തുണ്ട് എന്നല്ല, നമ്മളെ കൺമുമ്പിൽ മലയാളികളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ട് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഈ 3 കൊല്ലത്തിനടക്കാണ് അങ്ങനെ കണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. ഒരു കിറ്റിന് 500 രൂപ വെച്ച് ഞാൻ വാങ്ങൂല, എൻ്റെ കയ്യിൽ കാശും തരണ്ട, നിങ്ങൾ പള്ളി സെക്രട്ടറിനെ പ്രസിഡൻറ്റിനെ അല്ലെങ്കിൽ ഇവിടെ ഞാൻ പരിചയമുള്ളവരുണ്ട് ഓലെ ഏൽപ്പിക്കുക. അവിടുന്ന് നമ്മൾ സാധനം വാങ്ങണ കടൻ്റെ നമ്പർ തരും, ആ കടൻ്റെ നമ്പർക്കോ അല്ലെങ്കിൽ PTA എൻ്റെ ചുമതലയുള്ള ആൾക്കോ അത് കൊടുക്കുക. ഞാൻ കൈ കൊണ്ട് എൻ്റെ കാശൊന്നും തൊടൂല, പിന്നെ അത് ഞാൻ ഇത്രയും കാലം സൂക്ഷിച്ച് പോകുന്നതാണ്, എന്നെ അറിയണവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഒരാളെ നിങ്ങൾ പെരുന്നാൾക്ക് ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുമ്പോൾ, നമുക്ക് സന്തോഷത്തോടുകൂടി കഴിക്കുമ്പോൾ ഈ കുട്ടികളുടെ മുഖം മനസ്സിൽ വരാതിരിക്കാൻ ചെയ്യണതാണ്. ചില ആൾക്കാർക്ക് 10 കിറ്റ് തരാൻ പറ്റും, ചില ആൾക്കാർക്ക് 50 കിറ്റ് തരാൻ കഴിയും. നിങ്ങളെ കൊണ്ട് കഴിയണ ഒരു സഹായം ആ കിറ്റുകളുടെ വിഷയത്തിൽ ഉണ്ടായി അതിൻ്റെ ഒരു എണ്ണം 1, 2, 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം ഒന്ന് അറിയിച്ചു തരണം, ഇത്ര കിറ്റ് വിടുന്നു. ഞാൻ ഇന്നലെ അരക്കിണർ പ്രസംഗിച്ചപ്പോൾ ഏകദേശം ഒരു അവിടെ ഞാനത് പറയാൻ വൈകി, ഏറ്റവും ലാസ്റ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ എന്നോട് ദേഷ്യപ്പെട്ടു, എന്തിനു ഉസ്താദ് നിങ്ങളത് ആദ്യം പറയേണ്ടതെന്നൊക്കെ ചോദിച്ചു. ഒരു 10-50 കിറ്റോളം അവിടെ നിന്ന് ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ട്. ബാക്കി ഇനി മൊത്തം ഒക്കെ അല്ലോ എരഞ്ഞിക്കൽ മഹലിൻ്റെ കീഴിൽ അവിടുത്തെ കിറ്റ് വിതരണം നടത്താം, അതിനൊന്നും കുഴപ്പമില്ല. 200 കിറ്റോ അല്ലെങ്കിൽ 250 കിറ്റോ നിങ്ങൾ കൊടുത്ത് തരിട്ട് നിങ്ങൾ കഴിയണോളും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അത് ഏറ്റെടുക്കണം. ഇതിൻ്റെ 2ാമത്തെ വശം. പക്ഷേ ബക്കറ്റ് കലശ പള്ളിൻ്റെ നടപടിക്കുള്ളതാണ്. മറ്റേ കിറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലുണ്ടായി. ഞാൻ ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമല്ലോ, ഒരു കുട്ടിയും കൂടിയും പട്ടിണിയില്ലാതെ ഒരു കുടുംബമെങ്കിലും രക്ഷപ്പെട്ടെ എന്ന് കരുതി. 348 കുട്ടികളാണ് സ്കൂളിലുള്ളത്, 262ഓളം കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ. ചില വീട്ടിൽ നിന്ന് 2 കുട്ടികൾ 3 കുട്ടികളുണ്ട്. അങ്ങനെയാണ് ഉള്ളത്. അതും കൂടി നിങ്ങളെ മുമ്പിൽ നൽകുകയാണ്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളാണ് പരിഹരിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറട്ടെ. നിങ്ങളെ പ്രാർത്ഥനയിൽ നമ്മൾ വേണം. കാരണം എന്താ അറിയോ, ഞമ്മക്ക് വലിയ ഭാഗ്യമാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് കേട്ട് മറുപടി പറയാനൊക്കെ ഇവിടെ കഴിയുമല്ലോ. ഞാൻ ഇന്നലെ പുത്തനത്താണി പള്ളിയിൽ ഉച്ചക്കുണ്ട്. പുത്തനത്താണി പള്ളിയിൽ ബാങ്ക് കൊടുത്തതിന് ജവാബ് കൊടുത്തപ്പോൾ മനസ്സിലിങ്ങനെ ചിന്ത, പൂർണ്ണമായി ബാങ്ക് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കേട്ട് ജവാബ് കൊടുക്കാൻ കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞത്. കാരണം അങ്ങനത്തെ ഒരു പ്രദേശം കൂടിയാണ് പലയിടം. ഉള്ളിടത്തു നിന്നൊട്ട് കേൾക്കൂല, കേൾക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ശ്രദ്ധയിലൊക്കെ ബാങ്ക് കൊടുക്കാനുള്ള കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടല്ലോ ഒരുപാട് പള്ളിയിൽ നിന്ന്. അങ്ങനത്തെ ഒരു പ്രദേശത്തുള്ള ദീനിൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഖുർആന് ദീൻ അവർക്ക് കിട്ടിയിട്ടില്ല പലയിടത്തും. ഒരു ജമാഅത്ത് പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ പോയി. ജമാഅത്ത് പറഞ്ഞാൽ 6000ഓളം വീട്, ഇവിടെ 300 വീടല്ലേ നമുക്ക് ജമാഅത്തുള്ളത്, 6000ഓളം വീടുള്ള ഒരു ജമാഅത്ത് പ്രസിഡൻറ്റിൻ്റെ വീട്. ഒരു ഖുർആൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു MLA സ്റ്റാഫിൻ്റെ കൂടെ പോകണത്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള എനിക്ക്. ഞാൻ അയാളെ ഓഫീസ് റൂമൊക്കെ ഇങ്ങനെ ചെന്നിരുന്ന് നോക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ട്, മാലട്ടിങ്ങാണ്ട് യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെത്തിയതുകൊണ്ട് ഒരു പള്ളീൻ്റെ ഫോട്ടോ ഉണ്ട്, 3 ഉണ്ട്. 3ൻ്റെ ചോട്ട് ഉത്തര വലിപ്പമുള്ള നിലവിളക്കും കത്തിച്ചു. അപ്പം ഞാൻ അങ്ങനെ അത്ഭുതത്തോടു കൂടി ആയിരിക്കും ഇങ്ങനെ നോക്കണുണ്ടപ്പോൾ, ഉസ്താദേ ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്, എല്ലാതും കത്തിക്കാറുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും പൊട്ടൻ എന്തൊരു കഥ, ഒരു മഹല്ല് പ്രസിഡൻറ്റിൻ്റെ കഥയെ പറയണത്. ഞാൻ മനസ്സിലാക്കണം എന്താ അറിയോ, നമ്മളെ കുറ്റക്കാർ. കാരണം അവർ ഏതോ ബാപ്പാൻ്റെ ഉമ്മാനും മുസ്ലിം പേരുള്ളവരായിട്ട് ജനിച്ചില്ല അപ്പുറത്തേക്ക്, പിന്നെ കുറേ ജാറവും മക്കോറയും പൂജി അതിനപ്പുറത്തേക്ക് ദീനെന്താന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പലരും ഓൽക്ക് എന്ത് ചെയ്തിട്ടില്ല, കേൾപ്പിച്ചിട്ടില്ല. അങ്ങനെ കേൾപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം നമ്മളിങ്ങനെ പലയിടങ്ങളിലും പല രൂപത്തിലും നടത്തിയിട്ടുണ്ട്. അതിൻ്റേതായ പ്രതിസന്ധിയും വ്യക്തി ജീവിതത്തിലുണ്ട്, സർവീസിലാവുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ, അതുമുണ്ട്. അപ്പം നിങ്ങളെ പ്രാർത്ഥനകളിൽ എന്തായാലും റമദാനാണല്ലോ ഉത്തരം കിട്ടുന്ന ഉറപ്പാണ്. നമ്മളും ദഅവ പ്രവർത്തനങ്ങളും ഇസ്ലാമികമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആ പ്രാർത്ഥനയിൽ കുടുംബത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഉൾപ്പെടുത്തണം. ഇത്തരം കാര്യങ്ങളിലും നിങ്ങളെ സഹകരണം ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. എറിഞ്ഞിക്ക നമുക്ക് ദീനെത്താൻ വേണ്ടി ശ്രമിച്ച് മരിച്ച പലരും നമ്മുടെ ഖബർസ്ഥാനങ്ങളിലുണ്ട്. നമ്മുടെ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ ദീനിൻ്റെ സംഘടിതമായ പ്രവർത്തനങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉത്തമമായ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണം വരെ നിലനിൽക്കുവാൻ പരിശ്രമിക്കുന്നതിന് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് പരിപാലനങ്ങൾ നിർവഹിക്കുന്ന യഥാർത്ഥ ഭാരവാഹികളിൽ, ഉത്തരവാദിത്വ ബോധമുള്ളവരിൽ
അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളർന്നു വരുന്ന പുതിയ തലമുറക്ക് ഇസ്ലാമിക സംസ്കാരം പകർന്നു കൊടുക്കുവാനും സ്വതന്ത്ര ചിന്തകളിൽ നിന്നും യുക്തിചിന്തകളിൽ നിന്നും അകറ്റാനും ഫാസിസം നൽകുന്ന ഭീഷണികളിൽ നിന്നോ ഇസ്ലാമിക ചിന്തകൾ യഥാർത്ഥ ഇസ്ലാമിക ചിന്തകളിലൂടെ ധൈര്യവും സ്ഥൈര്യവും നൽകാനും പരിശ്രമിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീൻ്റെ അടക്കം വിവിധ ഭാഗങ്ങളിൽ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവർ സഹോദരങ്ങൾ അള്ളാഹു അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും തീർത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഖുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجعلنا من النار اللهم اجعلنا من النار اللهم اعز الإسلام والمسلمين وذل الشرك والمشركين. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا يا رب العالمين يا حي يا قيوم يا هازم الأحزاب يا من نصر عبده في بدر وانصر إخواننا في فلسطين وانصر إخواننا في سائر البلاد. اللهم انزل عليهم سكينة واعد لهم أمنا وسلاما يا رب العالمين يا حي يا قيوم. فرج هم المطمومين نفس كرب المكروبين وأصلح أحوال المسلمين أجمعين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.